രീതിയിൽ ഷൈൻ ബാബു സാർ എന്നെ പരിചയപ്പെടുത്തി. വളരെ സന്തോഷം. അപ്പോ RCM എന്ന ഈ നന്മയിലെത്തിയപ്പോഴാണ് നമ്മുടെ ന്യൂട്രിചാർജിനെ കുറിച്ച് പഠിക്കാനും അറിയാനും അവസരം കിട്ടിയത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി സാറ് പറഞ്ഞ പോലെ തന്നെ ന്യൂട്രിചാർജ് എന്താണെന്ന്, പോഷകങ്ങളുടെ ആവശ്യകത എന്തൊക്കെയാണെന്നും ആർക്കൊക്കെ അത് ഉപകാരപ്പെടും എന്നുള്ള ആ ഒരു പഠനത്തിന്റെ രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും കൊച്ചു കുട്ടികൾക്കായാലും എത്രത്തോളം പോഷകങ്ങളുടെ ആവശ്യകത ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കാനുള്ള ഒരു യാത്ര തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. അപ്പൊ ഇങ്ങനെ ഒരു അവസരം നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് നമുക്ക് ഒരുക്കി തന്നതിൽ ഒത്തിരിയേറെ സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡെല്ലി പോൾ, വീട് ആമ്പല്ലൂരാണ്. എന്നെ ഈ നന്മയിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ സുഹൃത്തായ രജനി മേഡാണ്. വളരെ സന്തോഷത്തോടെ രജനി മേഡത്തെയും കുടുംബത്തെയും ഞാൻ ഓർക്കാണ്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RCMലെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്, ഈ നന്മ നിറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കും ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു 10-12 വർഷത്തോളം മുംബൈയിൽ ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷം നമ്മുടെ നാട്ടിൽ വന്ന് സെറ്റിലായി ഒരു വീട്ടമ്മയായി തുടർന്ന് പോകുമ്പോഴാണ് RCM എന്ന നന്മ എൻ്റെ കൈകളിലേക്ക് എത്തിയത്. വളരെ സന്തോഷത്തോടെ ഞാൻ അത് ഏറ്റുവാങ്ങി. നമ്മുടെ സപ്ലിമെന്റുകളും മറ്റുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെയേറെ എന്താ പറയാ ആരോഗ്യത്തിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന റോയൽറ്റി എന്ന ഒരു അച്ചീവറായിട്ട് നിലനിൽക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ന്യൂട്രിചാർജ് പോഷകങ്ങളെ കുറിച്ച് ഒത്തിരിയേറെ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് ഒത്തിരിയേറെ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പോഷകങ്ങൾ അറിയേണ്ട, അതായത് പോഷകങ്ങളെ കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത്, സാറ് പറഞ്ഞു ന്യൂട്രിചാർജ് S5നെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ന്യൂട്രിചാർജ് S5 എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒത്തിരി പ്രതിരോധ ശേഷി നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ സപ്ലിമെന്റ്. അപ്പൊ ഇത് നമുക്കറിയാം 2019 ഒരു കൊറോണ വന്നിരുന്നു, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ. ആ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ അവിടെ വന്നത് 2020 ആ 2020 വന്ന സമയത്ത് ദൈവം നമുക്ക് ഒരു മഹാമാരി വെച്ചു എങ്കിലും ദൈവം മറ്റൊരു സൈഡില് നമുക്കത് മാറാനുള്ള, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഉൽപ്പന്നം കൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ RCMലൂടെ നമ്മുടെ ന്യൂട്രിചാർജ് കമ്പനി നമുക്ക് തരികയുണ്ടായി. ഒത്തിരി പേർക്ക് അത് ഗുണം ചെയ്തു, എനിക്കും ഗുണം ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊറോണ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ എന്താ പറയാ അത്യുഗ്രമായിട്ടുള്ള പകർച്ച പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ന്യൂട്രിചാർജ് നമ്മുടെ RCMലൂടെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ കൈകളിൽ കിട്ടി, നമ്മളത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ചുറ്റും കൊറോണ വന്നു പോയി എങ്കിലും എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് അത് കടക്കാനായിട്ട് വന്നില്ല. കാരണം ആ പ്രതിരോധ ശേഷിയാണ് നമ്മുടെ ന്യൂട്രിചാർജ് S5 സൂപ്പർ 5 എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ അറിയുന്നതും പഠിക്കുന്നതും. നമ്മൾ പഠിച്ചാൽ പോരാ, പറഞ്ഞാൽ പോരാ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് കടക്കാം. അപ്പോ ആദ്യമായിട്ട് തന്നെ നമുക്ക് ന്യൂട്രിചാർജ് വെൽനസ് ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ന്യൂട്രിചാർജ്, അതായത് നമ്മള് പോഷകങ്ങളെ കുറിച്ച് നേരത്തേക്കും കേട്ടിട്ടുണ്ട്, ശരി തന്നെ. പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് RCM എന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷമാണ്. ന്യൂട്രിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ന്യൂട്രിചാർജ് വന്നതിന് ശേഷമാണ് വെൽനസ് ന്യൂട്രിഷൻ എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിയത്. അപ്പം അത് അങ്ങനെ ന്യൂട്രിചാർജ്, അതായത് വെൽനസ് ന്യൂട്രീഷൻ എത്തുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ സമൂഹത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടായി. സമൂഹത്തിൽ മാത്രമല്ല, എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ അയൽക്കത്തുള്ളവർക്കും ഞാൻ കൊടുത്ത ഓരോ വ്യക്തികൾക്കും, ഓരോ കസ്റ്റമേഴ്സിനും വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ന്യൂട്രിചാർജ് വെൽനസ് ന്യൂട്രീഷനെ കുറിച്ച് അറിയണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ന്യൂട്രിചാർജ് S5 എന്ന് പറയുമ്പോൾ
നമുക്കറിയാം S5 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ, 5 അതായത് നമുക്കറിയാം പോഷകങ്ങളുടെ കുറവ് മൂലം ഒത്തിരിയേറെ അസുഖങ്ങൾ, അതായത് ഇപ്പോഴത്തെ ജീവിത രീതി അനുസരിച്ച് ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ തെറ്റായ ജീവിതശൈലി, അങ്ങനെ പല പല രോഗങ്ങൾ അനുസരിച്ച് നമുക്ക് സ്ട്രെസ്, അതായത് ടെൻഷൻ വരാറുണ്ട്. അതിലൂടെ നമുക്ക് അസുഖങ്ങൾ വരാം. അതുപോലെ തന്നെ ഒത്തിരിയേറെ അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരും ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പോലെ ഒത്തിരി ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഇംഗ്ലീഷ് മരുന്നുകൾ തുടർന്ന് ഉപയോഗിച്ച് അതൊരു മാറാ രോഗത്തിലേക്ക് കടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ഉണ്ടാവുന്ന പല മാറ്റങ്ങൾ, അതായത് പനി, ചുമ, ജലദോഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനും ഇത് പരിഹാരമാണ്. അതുപോലെ തന്നെ നമുക്ക് ഹെഡേക്ക് വരുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ടീനേജുകാർക്ക് പിമ്പിൾസ് അല്ലെ, ആ പിമ്പിൾസ്, മുഖത്ത് കുരുക്കളും കാര്യങ്ങളൊക്കെ വരുന്നു. അതുപോലെ തന്നെ അങ്ങനെ പലവിധ രോഗങ്ങളാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ജീവിതശൈലി അനുസരിച്ച് ഭക്ഷണത്തിലൂടെ, അതായത് മായം കലർന്ന ഭക്ഷണം, അതുപോലെ തന്നെ ശരിയായ രീതിയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ, ആ ഭക്ഷണ രീതി ശരിയായ രീതിയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ശരിയായ ഏജ്, അതായത് നമുക്കിപ്പോ ഒരു 25 വയസ്സ് ആയിട്ടുള്ളൂ എങ്കിൽ പോലും അതിനെ പ്രായാധിക്യം തോന്നിക്കുന്ന രീതിയിൽ, 35 വയസ്സ് തോന്നിക്കുന്ന രീതിയിൽ നമ്മളെ മാറ്റി, നമ്മുടെ സ്കിന്നിനെ മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്നു. അതിനുശേഷം ഏതൊരു വീട്ടിൽ കയറി ചെന്നാലും ഡയബറ്റിക് ഇല്ലാത്ത ഒരു വീടില്ല എന്ന് തന്നെ ഇപ്പൊ നമുക്ക് പറയാം. എവിടെ ചെന്നാലും ഷുഗർ പേഷ്യൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അസുഖങ്ങൾ വരുന്നു. അതുപോലെ തന്നെ BP, അതായത് ബ്ലഡ് പ്രഷർ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒന്നാണ് നമ്മുടെ കൊളസ്ട്രോൾ. ഇപ്പൊ എവിടെ നോക്കിയാലും കൊളസ്ട്രോൾ ഇല്ലാത്ത ആളുകളില്ല അല്ലെ. കൊളസ്ട്രോൾ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഹാർട്ട് ഡിസീസ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം നമുക്ക് ചെറുപ്പക്കാരാണ് അല്ലെ അറ്റാക്ക് വന്നു പോകുന്നത്. അപ്പോൾ ഏതൊരു എന്താ പറയാ, ഒരു 25 അല്ലെങ്കിൽ 35 വയസ്സായവർക്കൊക്കെ പെട്ടെന്ന് അറ്റാക്ക് വരാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിതശൈലി എന്നിങ്ങനെ പല കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് സ്ട്രെസ്, ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ പല 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 ടെൻഷനുകൾ, ഇങ്ങനെയൊക്കെയും ഈ പലവിധ രോഗങ്ങളും ഈ പലവിധ പ്രശ്നങ്ങളും വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളിലേക്ക് വീഴുന്നതും പല അസുഖങ്ങളിലൂടെ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂട്രിചാർജ് S5 ഇതിനെല്ലാം ഒരു പരിഹാരം തന്നെയാണ്. ന്യൂട്രിചാർജ് S5 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ 5 ആണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അതില് എന്തൊക്കെയാണ്, അതായത് നമുക്കറിയാം നമ്മുടെ പവർ ഓഫ് 5 ഹെർബ്സ് എന്നാണ് പറയുന്നത് അല്ലെ. 5 സസ്യ പോഷകങ്ങൾ, അതും അത്രയും പവർഫുൾ ആയിട്ടുള്ള 5 പോഷകങ്ങളാണ് ഇതില് അടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതില് സ്ക്രീനിൽ കാണിച്ച പോലെ 5 വിരലുകളും ഇതുപോലെ ഇങ്ങനെ വിടർത്തി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ശക്തി ഉണ്ടാവില്ല അല്ലെ. ഒരാൾ അടിച്ച പോലെ അതിന് വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു വിരലുകൾ അടുപ്പിച്ച് കഴിഞ്ഞ് ഒരു മുഷ്ടിയാക്കി പിടിച്ച ഒരാളെ ഒന്ന് കൊടുത്താലോ, കിട്ടിയവന് കിട്ടിയതുപോലെ ഇരിക്കും അല്ലെ. അപ്പൊ ശക്തി കൂടി അതിന് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ 5 ഹെർബ്സും ഇതില് നല്ല രീതിയിൽ S5, അതായത് ഒരു ക്യാപ്സൂളിലാക്കി അതിന് ന്യൂട്രിചാർജ് S5 എന്ന് പേരും കൊടുത്ത് അത് നമ്മുടെ കൈകളിലേക്ക് RCM വഴി എത്തുകയും അത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? നമുക്കുള്ള എല്ലാ രോഗങ്ങൾക്കും അത് പരിഹാരമാണ് അല്ലെ. ആ ഒരു പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ന്യൂട്രിചാർജ് S5 കഴിക്കാനായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഇതില് എത്ര തരം ചേരുവകളാണ് ഇതിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. കാരണം അതില് നമുക്കറിയാം 5, അതായത് S5 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ 5 ചേരുവകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്താണ് ഈ ബ്ലാക്ക് സീഡ്, പിന്നെ തുളസി, അതുപോലെ തന്നെ നീം, അലോവേര, അതുപോലെ തന്നെ പുതിന. ഈ 5 ഹെർബലും ആണ്, അതായത് ഹെർബ്സ് ആണ് നമ്മുടെ ഇതില് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതായത് ബ്ലാക്ക് സീഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നമ്മുടെ കൊറോണ വന്ന സമയത്ത് എല്ലാവരും കരിജീരകം മേടിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ, ആ കൊറോണ കാലഘട്ടത്തില്.
പക്ഷെ ഇപ്പൊ ആരും അതൊന്നും ചെയ്യുന്നില്ല. അപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് നമുക്കറിയാം കരിഞ്ജീരകം എന്ന് പറയുന്നത് ഒരു ഔഷധ സസ്യം എന്നുള്ളത് ഇന്നോ ഇന്നലെയോ അറിയുന്നതല്ല. ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പേ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അന്ന് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിക്കുക അതിന്റെ ശക്തി അല്ലെങ്കിൽ അതിന്റെ പവർ എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് പല ഗ്രന്ഥങ്ങളിൽ, ഖുറാൻ പോലുള്ള ഓരോ ഗ്രന്ഥങ്ങളിലും നമ്മുടെ ഈ കരിഞ്ജീരകത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അത് അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മരണം ഒഴികെ എല്ലാ അസുഖത്തിനും വളരെ നല്ലതാണ്, അല്ലെ? മരണം ഒഴികെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വേറെ എന്ത് അസുഖങ്ങളും, മരണം ഒഴികെയുള്ള ഏത് അസുഖത്തിനും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്താ പറയാ, നമുക്ക് ആരോഗ്യം കിട്ടും എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ കരിഞ്ജീരകത്തിനെ കുറിച്ച്, അതായത് ഇതിപ്പോ 2 തരങ്ങളായി. ഇപ്പൊ നമ്മൾ പറഞ്ഞു മരണം ഒഴികെ ഉള്ള ഒരു ഇതും കാരണം, അതുപോലെ തന്നെ നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും പരിഹാരം എന്ന് നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നു. അങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അവരൊരു പക്ഷെ എന്താ പറയാ വിശ്വസിച്ചൊന്നും വരില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മുടെ WHO എന്ത് ചെയ്തു? WHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞതുപോലെ തന്നെ അവര് ഒത്തിരി റിസർച്ചുകൾ നടത്തി, 22 കോടിയിലധികം റിസർച്ചുകൾ നടത്തി. അത് നല്ലത്, ആ കരിഞ്ജീരകം എങ്ങനെ ഗുണം ചെയ്യും, അങ്ങനെയുള്ള ഒത്തിരി റിസർച്ച് നടത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അത് കെമിക്കൽ ആർട്ടിഫിഷ്യൽ ആണെന്ന് മനസ്സിലായി. അതായത് ഹെർബൽ റെമഡി എന്ന് മനസ്സിലായി. അപ്പൊ ഹെർബൽ റെമഡി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം കെമിക്കൽ ആർട്ടിഫിഷ്യൽ ആണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ കെമിക്കലാണ്, ഹെർബൽ എന്ന് പറയുന്നത് കെമിക്കലാണ്. പക്ഷെ അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതോ മനുഷ്യനുണ്ടാക്കിയതോ അല്ല, മറിച്ച് ദൈവത്താൽ അതായത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും അത് അങ്ങനെയുള്ളതും ആയതുകൊണ്ട്, ദൈവം അനുഗ്രഹിച്ച് കിട്ടിയത് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് പവർഫുൾ ആണ്, പ്യുവർ ആണ്, മായമില്ലാത്തതുമാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. ഹെർബൽ റെമഡി എന്ന് പറയുന്നത് തന്നെ അതായത് കെമിക്കൽ ആർട്ടിഫിഷ്യൽ ആണ്. അതായത് പ്രകൃതി തന്നെ അത് എന്താ പറയാ ഇതായിട്ട്, അതായത് ആ കെമിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനുഷ്യനല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരിയേറെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും 22 കോടിയിലധികം റിസർച്ചുകൾ അവിടെ നടത്തിയത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്തതാണ്, നമുക്ക് ഇപ്പോ റിസർച്ച് നടത്തി പല അസുഖങ്ങൾക്കും അത് പരിഹാരമാണെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ആണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. കരിഞ്ജീരകം എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെയാണ് വെള്ളം ഉണ്ടാക്കി, അതായത് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും നല്ല ഒരു ഔഷധ സസ്യ ഗുണം ഉള്ളതാണ് നമ്മുടെ ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്. പ്രതിരോധ ശക്തിയെ കൂടുതൽ ഉത്തേജിപ്പിക്കാനായിട്ടുള്ള കഴിവ് അതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല നമുക്കറിയാം നമ്മളിലേക്ക് ഏതൊരു അസുഖമായാലും, അല്ലെ, ഏതൊരു അസുഖം ഇപ്പോ പലവിധ രോഗങ്ങളുള്ള വ്യക്തികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി പവർ കുറയും. അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്ന സമയത്ത് ഏത് രോഗാവസ്ഥയിലും നമ്മളൊന്ന് പതുക്കെ ഒന്ന് നടന്ന് അയൽക്കത്തോടു കൂടി ഒന്ന് നടന്നു പോയാൽ മതി, അതെല്ലാം നമ്മുടെ ദേഹത്തേക്ക് പിടിക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ന്യൂട്രിചാർജ് SP, അതായത് ഈ കരിഞ്ജീരകം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അസുഖങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, നമ്മളിലേക്ക് വരുന്ന വാർദ്ധക്യത്തെ മാറ്റി നിർത്താനായിട്ട്, ഒന്ന് നീക്കി നിർത്താനായിട്ട് നമുക്ക് സഹായിക്കും. അതായത് വാർദ്ധക്യത്തെ നീക്കി നിർത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സന്തോഷം എന്താ, ചെറുപ്പമാകണം എന്നാണ്, അല്ലെ? ഇപ്പൊ നമ്മുടെ കീസോളിലൊക്കെ എപ്പോഴും നമ്മൾ എന്താ പറയാ, 20 വയസ്സാണെന്ന് പറയാം, അല്ലെ? അത് പറയുമ്പോൾ നല്ലൊരു സന്തോഷമാണ് നമുക്ക്. അപ്പൊ ആർക്കും അങ്ങനെ പ്രായമാകാൻ ഇഷ്ടമില്ല. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നത്? നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിതശൈലി, തെറ്റായ ജീവിതശൈലി അങ്ങനെയൊക്കെ വരുമ്പോഴാണ്, ഭക്ഷണ രീതിക്കും വരുമ്പോഴാണ് അങ്ങനെ വരുന്ന, എക്സസൈസ് ഇല്ലായ്മ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുമ്പോൾ. അപ്പൊ അതിൽ നിന്നെല്ലാം മാറ്റി നമുക്ക് ഈ ഒരു കരിഞ്ജീരകത്തിലൂടെ നമുക്ക് പ്രായം തോന്നിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് 22 കോടി പരം ഇത് ഒത്തിരി ഇതില് എന്താ പറയാ, നേരത്തെ നമ്മൾ റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞു. അതിലൂടെ
നമുക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അല്ലെ. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം റിസൾട്ട് അതിൽ ഉണ്ടെന്നുള്ളത്. അതായത് 22 കോടിയിൽ മുകളില് റിസൾട്ട്, പല രീതിയിൽ റിസൾട്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇത് മുഴുവനും നമുക്ക് ഒരു പക്ഷെ വായിക്കാൻ പറ്റിയെന്ന് വരില്ല, കാരണം 22 കോടി എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ആയാൽ പോലും അത്രയും മണിക്കൂറുകൾ നമുക്ക് പോകും അല്ലെ. പക്ഷെ എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ കരിഞ്ജീരകത്തിന്റെ ഗുണങ്ങളും കാര്യങ്ങളും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ ഉണ്ടാവുന്ന ഓരോ വീഡിയോകളും. അപ്പൊ ആ വീഡിയോകൾ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കരിഞ്ജീരകത്തിന്റെ ഗുണങ്ങൾ. അതിന്റെ ഓരോരുത്തരുടെ റിസൾട്ടുകളാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെ യൂട്യൂബിൽ ഒരു 6000-ൽ പരം വീഡിയോസ് ആണ് നമ്മുടെ ഈ യൂട്യൂബിൽ കിടക്കുന്നത്. അപ്പം കരിഞ്ജീരകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രമാത്രം നമുക്ക് അത് പറയാനുണ്ട്. അപ്പൊ ഇതിലെല്ലാം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതെല്ലാം നമുക്കൊരു എന്താ പറയാ, കണ്ണും പൂട്ടി കഴിക്കാവുന്ന ഒന്നാണ് നമ്മുടെ കരിഞ്ജീരകം ചേർത്തിട്ടുള്ള ന്യൂട്രിചാർജ് S5 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പിന്നെ പറയാനുള്ളത് ഇതിനെ കുറിച്ച് നമ്മുടെ ദഹനം അല്ലെ. ഈ ദഹനം എന്ന് പറയുമ്പോൾ നമുക്ക് ദഹനം, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ദഹനം നടന്നില്ലെങ്കിൽ ശരിക്കും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് പോവാനായിട്ട് സാഹചര്യം ഒരുക്കാണ്. അപ്പൊ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടത്താനും ഈ ഒരു കരിഞ്ജീരകം സഹായിക്കുന്നുണ്ട്. അതുപോലെ 75% ആളുകൾക്കും ഈ ദഹന പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട്. താഴേക്ക് പോട്ടെ. ദഹന പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ 75% ആളുകൾക്കും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം എന്താ ചെയ്യുന്നത്? അതെല്ലാം നമുക്ക് മറ്റുള്ള അസുഖങ്ങളിലേക്ക് കടന്നു വരാണ്. ഈ ഭക്ഷണത്തിൽ, അതായത് നമുക്ക് ഇങ്ങനെ വരുന്നത് തന്നെ ഭക്ഷണത്തിൽ നിന്ന് ശരിയായ രീതിയിൽ നമുക്ക് പോഷകങ്ങൾ കിട്ടുന്നില്ല. ആ പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ പല രീതിയിലും പല അസുഖങ്ങളിലേക്ക് വീണു പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കരിഞ്ജീരകം ആ ഒരു ദഹന പ്രക്രിയയെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് നമുക്ക് എന്താ പറയാ, ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വളരെയധികം നമുക്ക് ഉപകാരപ്പെട്ടത് എപ്പോഴാ? നമ്മുടെ കോവിഡ് സമയത്ത് അല്ലെ. ഒത്തിരിയേറെ ആളുകൾ മരിച്ചും പോയി. കുറെ പേർക്ക് ഈ അസുഖം വന്നു. അങ്ങനെ അസുഖങ്ങൾ വന്ന് പല രോഗിയായിട്ട് മാറി. അങ്ങനെ പല രീതിയിലും അസുഖങ്ങൾ അവരെ വിട്ടുപോവാത്ത രീതിയിലായി കോവിഡ് വന്നതിന് ശേഷം. അപ്പൊ അങ്ങനെ ശ്വസന സംബന്ധമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കരിഞ്ജീരകം വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ ശരിക്കും പറയണെങ്കിൽ നമ്മൾ ഒരു യാത്ര പോവാണെന്ന് വെക്കാം. ഇപ്പോ ട്രെയിനിലോ ബസ്സിലോ ബൈക്കുമേയോ എവിടെയെങ്കിലും യാത്ര പോവാനാണെങ്കിൽ പോകുമ്പോൾ നമുക്ക് പോയി വന്നതിന് ശേഷം നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഒന്ന് മുഖം തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എത്രമാത്രം പൊടി മഴുക്കും നമ്മുടെ മുഖത്ത് ഉണ്ടെന്നുള്ളത് അല്ലെ. ആ മുഖത്ത് ഇത്രമാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത്, നമ്മുടെ ശരീരത്തിനകത്ത് എത്രമാത്രം പോയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുക. കാരണം അപ്പം ആ ഒരു അഴുക്കിനെ പോലും മാറ്റി ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കരിഞ്ജീരകം ഉപകാരപ്പെടും. പിന്നെ അടുത്തതാണ് നമ്മുടെ കിഡ്നി പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തടയാനായിട്ട് നമുക്ക് ഈ കരിഞ്ജീരകം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ കരിഞ്ജീരകം നമ്മുടെ S5 ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് കിഡ്നി പ്രശ്നങ്ങൾ വരാതെ നോക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് കരൾ രോഗം, അതായത് കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം ഉള്ളത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് പരിഹരിക്കാൻ സാധിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ഹാർട്ട് അല്ലെ. ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമുക്ക് ഈ കരിഞ്ജീരകത്തിലൂടെ സാധിക്കും. അപ്പോ S5 കൂടി കരിഞ്ജീരകം നമ്മുടെ ഉള്ളിൽ എത്തുമ്പോൾ അത്രയും ഗുണാണ്. അതായത് 100-ൽ പരം
ഫൈറ്റോ കെമിക്കൽസ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഇപ്പോ അസുഖങ്ങൾ, ഇപ്പോ എന്തെങ്കിലും ഷുഗർ, കൊളസ്ട്രോള് അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ താഴെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി പവർ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ന്യൂട്രിചാർജ് S5 കഴിക്കാനായിട്ട് പറയുന്നത്. ഇനി ശരിയായ ന്യൂട്രിഷൻ, അതായത് നമുക്കറിയാം ശരിയായ ന്യൂട്രിഷൻ സയൻസിന്റെ സഹായത്തോടെ ഉണ്ടാക്കിയ ഒന്നാണ് നമ്മുടെ ന്യൂട്രിചാർജ് S5 എന്ന് പറയുന്നത്. ന്യൂട്രിചാർജ് S5 കഴിക്കുമ്പോൾ എന്താണ്, ആന്റി വൈറൽ, ആന്റി ഓക്സിഡന്റ്, അതുപോലെയുള്ള നമുക്കറിയാം ആന്റി ഓക്സിഡന്റ് എന്ന് പറയുമ്പോൾ കോശങ്ങളെ സംരക്ഷിക്കുന്ന ഒന്നാണ്. അതുപോലെ നീർക്കെട്ട് ഉണ്ടാകാതെ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ആന്റി അലർജിക് ആണ്. അതായത് നമ്മളിപ്പോ ഒരു 5 കാര്യമാണ് നമ്മൾ പറഞ്ഞ: ആന്റി വൈറൽ, ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, അതുപോലെ ആന്റി അലർജിക്. അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന എല്ലാ വൈറൽ, ഇപ്പൊ നമുക്കറിയാം ഒരവസരത്തിലേക്കും വൈറൽ ഫീവർ അങ്ങോട്ട് പടർന്നു പിടിച്ചിരുന്നു അല്ലെ. ആ സമയത്തൊക്കെ നമുക്കത് വരാതെ സൂക്ഷിക്കാനും വന്നതിനെ പെട്ടെന്ന് സുഖമാക്കാനും നമ്മുടെ ന്യൂട്രിചാർജ് S5 സഹായിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ അല്ലെ, അത് നമ്മുടെ നീർക്കെട്ട് എവിടെ വന്ന, ഇപ്പൊ പുറത്തായാലും ഉള്ളിലായാലും നമ്മൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണില്ല, പക്ഷെ നീർക്കെട്ട് വരുന്നതിലൂടെയാണ് വലിയ വലിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത നമുക്ക് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ന്യൂട്രിചാർജ് S5 കഴിക്കുന്നതിലൂടെ ആ നീർക്കെട്ടൊക്കെ മാറി കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെയാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്. നേരത്തെ പറഞ്ഞു, ഇമ്മ്യൂണിറ്റി അതായത് നമുക്ക് പ്രതിരോധ ശക്തി കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അത് മാത്രമല്ല, ആന്റി അലർജി, ഏതൊരു അലർജി ഉണ്ടെങ്കിലും അത് മാറ്റിയെടുക്കാനും അല്ലെങ്കിൽ അലർജി വരാതിരിക്കാനും ഇത് നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ്, അതായത് ന്യൂട്രിചാർജ് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ, ഇപ്പൊ നമുക്കറിയാം ഈ കരിഞ്ജീരകം ഇത്രമാത്രം ഗുണങ്ങൾ നമ്മൾ കരിഞ്ജീരകത്തിൽ നിന്ന് നമ്മൾ കേട്ടു അല്ലെ. അപ്പോ നമ്മൾ ചിന്തിക്കും ഈ കരിഞ്ജീരകം മാത്രം പോരെ ഇതില് എന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ ന്യൂട്രിചാർജ് കമ്പനി എന്താ ചെയ്യാ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം, അതിനേക്കാൾ അപ്പുറമാണ് അവർ ചിന്തിച്ച് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ കരിഞ്ജീരകത്തോട് കൂടി ഒരു 4 ഇൻഗ്രീഡിയൻസ് കൂടി കൂട്ടി അതിന് 5 ഹെർബ്സ് ആയിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് ന്യൂട്രിചാർജ് S5 നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്രയും പവർഫുൾ ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് തുളസിയിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചേരുവയാണ് തുളസി എന്ന് പറയുന്നത്. തുളസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും അത് അറിയാം. അതിന്റെ ഗുണോ അല്ലെങ്കിൽ അത് എത്രത്തോളം ശുദ്ധമാണ്, എത്രത്തോളം പവിത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. 3 തരം തുളസിയാണ് നമുക്ക് ഇതിൽ ചേർത്തിട്ടുള്ളത്. 3 തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പൂര തുളസി, അതുപോലെ രാമ തുളസി, കൃഷ്ണ തുളസി. ഈ 3 തരത്തിലുള്ള തുളസിയുടെ എക്സ്ട്രാക്ട് ആണ് ഇതിലുള്ളത്. അതുപോലെ നമുക്കറിയാം ഔഷധ സസ്യങ്ങളുടെ റാണിയാണ് നമ്മുടെ തുളസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് പണ്ടത്തെ വീടുകളില് നമ്മുടെ ചെറുപ്പകാലത്ത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് കാണാൻ കിട്ടില്ല. കാരണം പണ്ടത്തെ വീടിന്റെ മുന്നില് ഒരു തുളസിത്തറ ഉണ്ടാവും അല്ലെ. ആ തുളസിത്തറയില് ഇങ്ങനെ തുളസി ഉണ്ടാവും. അപ്പൊ നമുക്ക് വാതിൽ തുറക്കുമ്പോ തന്നെ ഒരു ഐശ്വര്യമാണ് അല്ലെ. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ ടൈലൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി ഇട്ടേക്കാണ് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് തുളസിത്തറ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അപ്പൊ പക്ഷെ തുളസിയുടെ ഗുണങ്ങളും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ തുളസി പലതരത്തിലുള്ള നീണ്ട നിരയുള്ള അസുഖങ്ങളായാലും, അതായത് ഇപ്പൊ പനി, ചുമ, കഫക്കെട്ട്, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാണി കടിച്ച അതിന്റെ വിഷാംശം പോവാനും, അല്ലെങ്കിൽ ദഹന സംബന്ധ എന്ത് കാര്യത്തിനായാലും നമ്മുടെ തുളസി നമുക്ക് പ്രയോജനം തരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് മോഡേൺ സയൻസ് ഇപ്പോഴും തുളസിയുടെ ബെനിഫിറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ തുളസി. അപ്പോൾ അതിനുശേഷം നമുക്ക് വരുന്നത് മൂന്നാമത്തെയാണ് നീമം. നീമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആര്യവേപ്പ് അല്ലെ. ആര്യവേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം 4000 വർഷം മുതൽ എല്ലാ ആയുർവേദ മെഡിസിനും ചേർക്കുന്ന ഒരു കൂട്ടം തന്നെയാണ് നമ്മുടെ നീം എന്ന് പറയുന്നത്, ആര്യവേപ്പ്, അതായത് വേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കരിഞ്ജീരകത്തിനെ പോലെ തന്നെ അത്രയും ഗുണങ്ങൾ ഇതിനും ഉണ്ട്. അപ്പൊ ആന്റിബയോട്ടിക് ആണ് ധാരാളം. അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ
അരിവെപ്പ് അല്ലെ. അതുപോലെ തന്നെ എന്തെങ്കിലും ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അരച്ചിടെ അങ്ങനെ എന്തെങ്കിലും വിഷാംശം അങ്ങനെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹരിക്കാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ അരിവെപ്പ് എന്ന് പറയുന്നത്. അരിവെപ്പിന്റെ എല്ലാ ഇതും ഇപ്പൊ തൊലി ആയിക്കോട്ടെ, ഇല ആയിക്കോട്ടെ, അതുപോലെ തന്നെ കായ ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഔഷധ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പം നമുക്ക് ഈ എന്താ പറയാ തലയിൽ ഉണ്ടാകുന്ന താരൻ, അതുപോലെ തന്നെ കുരുക്കള്, ഇവയൊക്കെ ഇല്ലാതാവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മഞ്ഞപ്പിത്തം, ക്യാൻസർ അതുപോലെയുള്ള രോഗങ്ങൾക്ക് പ്രതിരോധ ശേഷിയായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു നീം. അതുപോലെ രക്തശുദ്ധീകരണം നടക്കാനും വളരെയധികം നല്ലതാണ്. അപ്പൊ ഇതിൽ ചേർത്തിരിക്കുന്നത്, ഇപ്പൊ നെയിം ചേർത്തിരിക്കുന്നത് 100 mg ആണ്. 100 mg എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 അതായത് 100 വേപ്പിന്റെ ഇല അല്ലെ, അതായത് ഓരോ ഇലകള് കഴിക്കുന്നതിന്റെ സമാനമാണ് ഈ 100 mg എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രമാത്രം ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ നീം എന്ന് പറയുന്നത്. അടുത്തതാണ് കറ്റാർവാഴ, അലോവേര. അലോവേരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മള് എന്താ പറയാ ചെടികളുടെ ഇടയിലൊക്കെ നമ്മൾ വെക്കുന്ന ഒന്നാണ് കറ്റാർവാഴ, അലോവേര എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന്, അതായത് സ്വർഗത്തിൽ നിന്ന് ആശീർവാദം ലഭിച്ചിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ കറ്റാർവാഴ എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് അത് എടുത്തു ചാടി ഒന്നും ചെയ്യില്ല, പക്ഷെ അത് കഴിച്ചാല് ആരും അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിന് ഉള്ളിലായാലും പുറത്തായാലും അത് പ്രവർത്തിച്ച് നല്ല എന്താ പറയാ ഗുണമുള്ള, നമുക്ക് എന്താണോ നമുക്ക് ആവശ്യം, ഇപ്പൊ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും. അതല്ല ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് കൊടുത്താലും അതിനും നല്ല ഒരു ഗുണം ചെയ്യും. അപ്പൊ ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഇപ്പൊ ഏകദേശം അതായത് ഒരു 75 ആക്റ്റീവ് കോമ്പണൻസ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിനകത്തും പുറത്തും നമ്മൾക്ക് റിസൾട്ട് കിട്ടാനുള്ള അവസരം നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് നമുക്ക് പുതിന എന്ന് പറയുന്നത്. അപ്പൊ പുതിനയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, പുതിന എന്ന് പറയുമ്പോൾ നല്ല സുഗന്ധമുള്ള ഒന്നാണ് അല്ലെ. ഈ സുഗന്ധമുള്ള ഒന്നാണ് നമ്മുടെ ഈ പുതിന. നമ്മളിപ്പോ ഭക്ഷണത്തിലും അല്ലെങ്കിൽ കറികളിലൊക്കെ നമ്മൾ ഇടാറുണ്ട്. മാത്രമല്ല ഇത് മറ്റുള്ള കാര്യങ്ങൾക്കും, ഇപ്പോ ആമാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനും ദഹന പ്രക്രിയ വളരെയധികം നമ്മുടെ നമുക്കറിയാലോ, ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ ആമാശയത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ അതൊക്കെ മാറി കിട്ടുള്ളൂ. ദഹന പ്രശ്നങ്ങൾ, അതായത് ദഹനം നല്ല രീതിയിൽ നടക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പം ഇതൊക്കെ കഴിച്ചാല് എന്താണ് സംഭവിക്കുക, അതായത് എന്താണ് നമുക്ക് അതിൽ ഗുണം കിട്ടുന്നത്. ഇപ്പൊ പുതിന ആയാലും അതിൽ 10 ഗ്രാം ഉണ്ട്. ഇപ്പൊ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ ബ്ലാക്ക് സീഡ് നമുക്ക് 200 നമ്മുടെ സ്പൈഡ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തുളസി 3 തരം ഉണ്ടെന്ന് പറഞ്ഞു, ഇത് 150 mg ആണ് ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം നീം 100 mg ആണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ അലോവേര ചേർത്തിരിക്കുന്നത് 25 മില്ലിഗ്രാം ആണ്. അതുപോലെ തന്നെ പുതിന ചേർത്തിരിക്കുന്നത് 10 mg ആണ്. ഇപ്പൊ ഇതെല്ലാം നമ്മൾ ചേർത്ത് നമ്മളിത് കഴിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നേട്ടം, എന്താണ് അതിന്റെ ഒരു നമുക്ക് എന്താണ് ഗുണം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ആന്തരികമായും ബാഹ്യമായ എല്ലാ നീർക്കെട്ടുകൾക്കും, അതായത് നീര് വരുന്ന ഒരു ഇതില്ലേ ഇൻഫ്ലമേഷൻ, അപ്പൊ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്വസന പ്രക്രിയ നടക്കുന്ന ഭാഗങ്ങളിൽ ബ്ലോക്കോ അല്ലെങ്കിൽ നീർക്കെട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇപ്പൊ എന്താ പറയാ പിമ്പിൾസ് വരുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. സ്കിൻ പ്രശ്നങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ, അതായത് പിഗ്മെന്റേഷൻ, അതായത് ഞങ്ങൾക്കൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പം അതുപോലെ തന്നെ ജലദോഷം, പനി, ചുമ, കഫക്കെട്ട്, അതായത് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇമ്മ്യൂണിറ്റി ലെവല്, ഇതിനൊക്കെ നമുക്ക് അതുപോലെ തന്നെ രക്തശുദ്ധീകരണം, ഇതൊക്കെ ഇതിൽ നടക്കുന്ന നമുക്ക് ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ ഡയബറ്റിക്, അതായത് ഏതൊരു എന്താ പറയാ
ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് അത് പറയാട്ടോ, ലാസ്റ്റ് പറയാട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു ന്യൂട്രിചാർജ് S5 നമുക്ക് ഡയബറ്റിക് ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു ഒറ്റമൂലി ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഇത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ രക്തം ശുദ്ധീകരണം അല്ലെ, രക്തം ശുദ്ധീകരണത്തിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മുടെ ആമാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജോയിന്റ്സുകൾ, ബോൺസുകൾ, ഇതിനും അതുപോലെ ഹാർട്ട്, കിഡ്നി, ലിവർ, ഇതിനൊക്കെയും പരിഹാരമായിട്ട് തന്നെ ഈ ഒരു നമ്മുടെ ന്യൂട്രിചാർജ് S5 നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇനി നമുക്കിത് എന്തിനാണ്, ആർക്കൊക്കെയാണ് നമുക്കിത് കഴിക്കാൻ പറ്റുക എന്നുള്ള ഒരു ഇതാണ്. അതായത് നമുക്ക് 18 വയസ്സിന് മുകളിലാണ് ഇത് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം ആയതുകൊണ്ട് തന്നെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നാച്ചുറൽ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം എന്താ പറയാ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ ഉണ്ടാവില്ല. അതുപോലെ ഇത് കഴിക്കുന്നതിന്റെ നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ പണ്ടൊക്കെ ഇപ്പൊ ഒരു വൈറൽ ഫീവർ വന്നു അല്ലെ, വൈറൽ ഫീവർ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക, പണ്ടൊക്കെ നമ്മുടെ വീട്ടില്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് RCMലേക്ക് വരുന്നതിന് മുൻപേ തന്നെ ഇവിടെ ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ഡോളോ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാ വീട്ടിലും ഉണ്ടാവുന്നത് തന്നെയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പനി വരുമ്പോൾ നമുക്ക് കഴിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. എപ്പോഴാണോ തലവേദന വരുന്നത്, എപ്പോഴാണോ പനി വരുന്നത്, അപ്പൊ നമ്മളിത് ഉപയോഗിക്കും അല്ലെ. എന്നാൽ RCMൽ വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു ന്യൂട്രിചാർജ് S5 നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടി, പലർക്കും കിട്ടി. അങ്ങനെ നമ്മളത് ഉപയോഗിച്ചു തുടങ്ങിയതിന് ശേഷം പനി എന്ന പോലുള്ള ഒരു അസുഖങ്ങളും ഈ വീട്ടില് ഞങ്ങൾക്ക് ആർക്കും തന്നെ വരുന്നില്ല എന്നതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ പാരസെറ്റമോള് എന്നപ്പോ ഒരു ബൈ ചാൻസ് മനുഷ്യനാണ്, ബൈ ചാൻസ് പനി വന്നു എന്നിരിക്കട്ടെ, വന്നാൽ തന്നെ നമ്മുടെ ന്യൂട്രിചാർജ് S5 നമ്മള് കഴിക്കും, ഉപയോഗിക്കും. നമ്മുടെ ഡോക്ടർ രാജ സാറ് പറയുന്ന പോലെ പനീനെ പട്ടിണിക്ക് ഇട്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റോണിന്റെ സ്റ്റോണിനൊക്കെ ഇത് നല്ലതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പനി പോവാനോ അല്ലെങ്കിൽ പനി മാറി കിട്ടാനും വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ അതുപോലെ നമുക്കറിയാം പാരസെറ്റമോൾ എത്രത്തോളം ദോഷം ഉണ്ടെന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. ഒത്തിരി ഇപ്പൊ ഈ RCMലേക്ക് വന്ന ലാബ് ടെക്നീഷ്യൻ ആണ്, എന്താ പറയാ, ഹോസ്പിറ്റലില് ജോലി ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇതിനെ കുറിച്ച് നമ്മൾ രോഗങ്ങൾ എങ്ങനെ വരുന്നു എന്നോ അതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നോ ഒന്നും എന്നെ സംബന്ധിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ RCMലേക്ക് കടന്നു വന്നപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയതും അനുഭവത്തിലൂടെ അത് മാറി കിട്ടിയതും. ഓക്കെ, അപ്പോ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് ഇപ്പോ ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ ഒന്ന് തലോടി പോവും എന്നല്ലാതെ പണ്ടത്തെ പോലെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവേ അതിന്റെ ആവശ്യകത പോലും വരുന്നില്ല എന്നതാണ് സത്യം. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ സ്കിന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലെ. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. പക്ഷെ ഗൾഫിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ ലീവിന് വരുമ്പോൾ കാലിലെ വിരലുകൾക്ക് ഒരു എന്താ പറയാ, കാലിലെ തള്ളവിരലിന്മേ എപ്പോഴും എന്താ പറയാ കറുത്ത കളറും ഒരു വേദനയും കാര്യങ്ങളും വന്നിരുന്നു. അതുപോലെ തന്നെ എന്റെ മോൾക്കും ഉണ്ടായിരുന്നു. അതിനൊക്കെയും പരിഹാരം ഉണ്ടായത് അതെനിക്ക് അത് ഞങ്ങള് സ്കിൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഇപ്പൊ ചാലക്കുടിയില്, തൃശ്ശൂര് പല സ്കിൻ ഡോക്ടേഴ്സിനെയും പോയി കൊണ്ട് കാണിച്ചുവെങ്കിലും അതൊന്നും മാറിയില്ലായിരുന്നു. പക്ഷെ നമ്മുടെ RCMൽ വന്ന് നമ്മുടെ ന്യൂട്രിചാർജ് S5ഉം നമ്മുടെ ഹെൽത്ത് ഓയിൽ അല്ലെ, പവർഫുൾ ആയിട്ടുള്ള ഹെൽത്ത് ഓയിലും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എന്താ ചെയ്യാ, ഇത് മാറി കിട്ടി എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോൾക്ക് ഈ RCMലേക്ക് വരുന്നേക്കാളും മുന്നേ ഇതുപോലെ തന്നെ കാലിന്റെ തള്ളവിരലിന്മേൽ പൊടി കയറുമ്പോ അലർജി ഇല്ല, ഒരു കളറ് വരും, പഴുപ്പ് വരും, അതിൽ നിന്ന് വെള്ളം ഒഴുകി വരും. അങ്ങനെ തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ അവര് പറഞ്ഞു നഖം അതിന്റെ ഉള്ളിന്ന് വളരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തള്ളവിരലിന്റെ നഖം എടുത്തു കളഞ്ഞു. രണ്ടും ഒപ്പം പറ്റില്ല, ഒരെണ്ണത്തിന്റെ എടുത്തു കളഞ്ഞ് ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ RCMലേക്ക് വരുന്നതും ഇതിനെ കുറിച്ച് നമ്മുടെ ആരോടാ ചോദിച്ചേ, നമ്മുടെ കനകമ്മ മേഡത്തിനോടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പോ പറഞ്ഞു തന്നൊരു ടിപ്സ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് S5ഉം
നമ്മുടെ ഹെൽത്ത് ഓയിലും മിക്സ് ചെയ്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് പെരട്ടാൻ പറഞ്ഞു. അങ്ങനെ പെരട്ടി കഴിഞ്ഞപ്പോൾ അപ്പൊ ഞങ്ങളോട് പറഞ്ഞത് ഒരെണ്ണത്തിന്റെ എടുത്തു കഴിഞ്ഞു, അത് ഉണങ്ങിയതിന് ശേഷം അടുത്ത കാലിന്റെ നഖം എടുത്തു കളയാൻ വേണ്ടി വരണം എന്നാണ് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷെ അത് പോകേണ്ടി വന്നില്ല. പക്ഷെ ഈ സംഭവം തേച്ചോടുകൂടി ഈ സംഭവം ക്ലിയർ ആയി. ഇന്ന് വരെ ഇപ്പോ ഒരു പ്രശ്നവുമില്ല, പപ്പയ്ക്കും ഇല്ല മോൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അതൊന്ന് മാത്രല്ല, എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇവർക്ക് 2 പേർക്കും ഒരു പ്രായമാകുമ്പോൾ നമുക്കറിയാലോ, പീരീഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുഖത്ത് ഇങ്ങനെ മുഖക്കുരു വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ RCMലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലീഡേഴ്സിനൊക്കെ അറിയാം, എന്താ പറയാ, അത്രമാത്രം ഒരു അലർജി പോലെയായിരുന്നു മക്കളുടെ 2 മുഖവും. അതായത് 2 മുഖവും ഇങ്ങനെ കുരുക്കൾ വന്ന് നിറഞ്ഞ ഒരവസ്ഥയായിരുന്നു. പക്ഷെ അതൊക്കെ കാണിച്ചു തന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ നമ്മുടെ സുരേഷ് സാറിന്റെ അടുത്ത്, അതേപോലെ ഡോക്ടർ രാജീവ് സാറിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മുടെ ഈ ന്യൂട്രിചാർജ് S5 ഉപയോഗിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ സപ്ലിമെന്റുകൾ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ PVMFO കഴിച്ചു. അതിന്റെ ഗുണം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഈ മുഖക്കുരുക്കും കുറഞ്ഞു. ഇപ്പൊ നല്ലൊരു മുഖമായിട്ട് 2 പേരുടെയും നല്ലൊരു മുഖമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും നമുക്കറിയാം, കുട്ടികളുടെ മുഖത്ത് ഇത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വിഷമം ഉണ്ടാവും അല്ലെ. അപ്പൊ അവര് തന്നെ പറയും കോവിഡ് വന്നത് നന്നായി, കാരണം മാസ്ക് വെച്ചിട്ട് പോവാലോ, അത്രമാത്രം വിഷമത്തോടെ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഈ ഒരു സംഭവം നമ്മുടെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിലൂടെ അങ്ങനെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്രിചാർജ് S5ന്റെ ഒത്തിരി ഗുണങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് ശരിക്കും പറയണെങ്കിൽ ഒരു പ്രഗ്നന്റ് ലേഡി അല്ലെങ്കിൽ ഫാമിലി പ്ലാൻ ചെയ്യുന്നവര് അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാര് ഇവർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് നമ്മുടെ ന്യൂട്രിചാർജ് S5 ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ന്യൂട്രിചാർജ് S5 എന്താണെന്ന് മനസ്സിലാക്കി അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ദിവസവും എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരെണ്ണം കഴിക്കുക, 1 ഗ്ലാസ് വെള്ളത്തിൽ ഒരെണ്ണം കഴിക്കുക. അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെയൊക്കെയും കഴിക്കാം. പനിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ 2ഓ 3ഓ ദിവസം നമുക്ക് കഴിക്കാം. അപ്പോ ഇങ്ങനൊരു അവസരം നമുക്ക് വേണ്ടി, അതായത് എനിക്ക് തന്ന ഇങ്ങനൊരു 10 ദിവസം ന്യൂട്രിചാർജിനെ കുറിച്ചുള്ള ഒരു മഹോത്സവം നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ പേരും അതിൽ നറുക്കിൽ വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന ഡോക്ടർ രാജൻ സാറിനും മറ്റെല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഒത്തിരിയേറെ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ജയ് RCM, ഗുഡ് RCM, ഹമാരാ ചാർജ് ന്യൂട്രിചാർജ്. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു മാഡം, താങ്ക് യു. ഹമാരാ ചാർജ് ന്യൂട്രിചാർജ്. എന്തായാലും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സെഷൻ നമ്മുടെ S5നെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ മാഡം സംസാരിച്ചു. എത്രയോ എന്താ പറയാ, അനുഗ്രഹത്തിന്റെ വിത്ത് എന്ന് അറബികൾ വിശേഷിപ്പിക്കുന്ന കരിഞ്ജീരകം അടക്കമുള്ള 5 കണ്ടന്റുകൾ അല്ലെ, ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു S5 സൂപ്പർ 5 നമ്മുടെ വീട്ടിലേക്ക് എന്ന് എത്തിയോ? ഇന്ന് ഡൽഹി മാഡം പറയുകയാണ്, ഡോലോ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചിരുന്ന ഞങ്ങളിപ്പോ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, പാരസെറ്റമോൾ ആയിക്കോട്ടെ ഡോളോ ആയിക്കോട്ടെ, ഇതൊന്നും കഴിക്കാറില്ല. ഇപ്പൊ എന്തായാലും ഒരുപാട് ആളുകൾ ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഡോക്ടറെ അടുത്തേക്കും പോവാത്ത രീതിയിലേക്ക് കുടുംബത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഓരോ കണ്ടന്റുകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡികളും കാര്യങ്ങളൊക്കെ നടത്തുക, നമ്മൾ കൊണ്ടുവന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്തായാലും ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ഇന്ന് നമുക്ക് നമ്മുടെ കുന്നമംഗലത്ത് നിന്നും വിനോദ് സാർ എത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം നമുക്ക് വ്യൂവിനെ കുറിച്ചിട്ട് അല്ലെ, ഇപ്പോ നമുക്ക് ഒരുപാട് മൊബൈലുകളും ഉപയോഗിക്കുന്ന ശീലം കൂടുതലാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു രീതിയല്ല ഇപ്പോ. ഞാനടക്കം ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ വ്യൂ എങ്ങനെയാണ് നമുക്കത് ഗുണം ചെയ്യുക, എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് അനിവാര്യമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് വിനോദ് സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ന്യൂട്രീഷന്റെ കൗൺസിലറാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു ട്രെയിനറാണ് അദ്ദേഹം.
എന്താ പറയാ എമറാൾഡ് അച്ചീവർ ആണ്. വളരെയധികം സന്തോഷം സ്നേഹവും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നല്ലൊരു സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി ഈ വേദിയിലേക്ക് വ്യൂ എന്ന ആ നമ്മുടെ മാസ്മരികമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ വളരെയധികം സ്നേഹത്തോടു കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. വിനോദ് സാർ പ്ലീസ്. താങ്ക് യു ഷൈൻ ബാബു സാർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ഞാൻ കേരളത്തിലെ ഏറ്റവും അധികം ആരാധിക്കാൻ സ്നേഹിക്കാൻ ഞാൻ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഒരു സ്വീകരണം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഷൈൻ ബാബു സാറ്. അദ്ദേഹത്തിന്റെ എമറാൾഡ് അച്ചീവ്മെന്റിന് ആദ്യമായിട്ട് വലിയൊരു അഭിനന്ദനം. അർഹിക്കുന്ന വിജയം അദ്ദേഹം തേടി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവൃത്തിയിലുള്ള ആത്മവിശ്വാസം കണ്ടാൽ അറിയാം അദ്ദേഹം ഒരുപാട് ഉയരങ്ങൾ എത്രയും വേണം താണ്ടുക, അതൊരു സംശയമില്ല. താങ്ക് യു സാർ. താങ്ക് യു എന്നെ വിളിച്ചതിന്. അതോടൊപ്പം തന്നെ ഈ ഒരു ഉദ്യമം ന്യൂട്രിചാർജിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്യമം ഏറ്റെടുത്ത ഡോക്ടർ രാജൻ സാറിന് നമ്മളെന്നും കേരളത്തിൽ RCMനെ അല്ലെങ്കിൽ ഹെൽത്തിനെ വേറൊരു തലങ്ങളിലേക്ക് എത്തിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ രാജൻ സാർ. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ കൂടെയാണ് നമ്മൾ RCMലെ ആരോഗ്യവും തിരിച്ചറിഞ്ഞത്. രാജൻ സാറിന് മുമ്പും രാജൻ സാറിന് ശേഷം, അല്ലെങ്കിൽ രാജൻ സാറെ ഹെൽത്ത് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷം എന്നുള്ള രീതിയിൽ RCMനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ വേണം. അപ്പം ഈ ഒരു ഉദ്യമത്തിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ആ ടീമിനും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഒപ്പം ഒരുപാട് നന്ദി എന്നെ വിളിച്ചതിനും. പേര് വിനോദ് എന്നാണ്, കോഴിക്കോട് കുന്നമംഗലാണ് സ്വദേശം. കഴിഞ്ഞ 8 വർഷമായി RCM എന്നുള്ള ഈ ഒരു പ്രൊഫഷൻ ഏറ്റെടുത്തിട്ട്, കഴിഞ്ഞ 8 വർഷമായിട്ട് RCM ആണ് എൻ്റെ തൊഴിൽ, എൻ്റെ വരുമാനം, എൻ്റെ ജീവിതമാർഗം. ഒരു 15 വർഷക്കാലം കോഴിക്കോട് ഒരു പ്രമുഖ ഹോസ്പിറ്റലായിരുന്നു, കോഴിക്കോട് ആസ്റ്റർ മിംസിലായിരുന്നു, അവിടെ മെഡിക്കൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ RCMൽ വളരെ ആദേശികമായിട്ട് എത്തിയതാണ്. ഞാനത് എൻ്റെ കഴിഞ്ഞ പ്രൊഫഷൻ പറയാനുള്ള കാരണം, പൊതുവെ നമ്മൾക്ക് ആശുപത്രികളെ ആശ്രയിക്കുന്നത് അസുഖം വന്നിട്ട് ചികിത്സിക്കാനാണ്. പക്ഷേ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അസുഖത്തെ പറ്റിയും അല്ലെങ്കിൽ മരുന്നുകളെ പറ്റിയും ഒക്കെ വളരെ ധാരണ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലാണ് പലപ്പോഴും പിള്ളേർക്ക് ഉണ്ടാവാറ്. ഇപ്പം ഡൽഹി മാഡം തന്നെ പറഞ്ഞു കഴിഞ്ഞ നേരത്തെ അവർക്ക് അറിയില്ലായിരുന്നു ദോഷങ്ങൾ. പാരസെറ്റമോളൊക്കെ നമ്മൾ ധാരാളം കഴിക്കുന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ആശുപത്രി ജീവനക്കാരൻ എന്നുള്ളതിൽ നമ്മൾ ആരോഗ്യരംഗത്ത് വളരെ നല്ല രീതിയിൽ നോളജുള്ള വ്യക്തി എന്നുള്ളതാണ് പണ്ട് തൊട്ടേ എന്നെ പറ്റി കണക്കാക്കുന്നത്. പക്ഷെ ഞാൻ പറയാം, അഭിമാനത്തോടെ പറയാം, RCM എന്നുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൽ RCMന്റെ ഭാഗമായതിനു ശേഷം മാത്രമാണ് ശരിക്കും ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയത്. അതുവരെ എന്തൊക്കെയോ അറിയാമെന്നല്ലാതെ ആരോഗ്യം എന്താണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയത് RCMന്റെ കൂടെ വന്നതിന് ശേഷം മാത്രമാണ്. അല്ലെങ്കിൽ എങ്ങനെ ആരോഗ്യത്തിൽ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്, ധാരാളം ആരോഗ്യ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആരോഗ്യ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ ഒന്നിനെയും കുറ്റം പറയുന്നത് ചെറുതാക്കി കാണുകയല്ല. അവിടെ എല്ലാം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, അവിടെ ആരോഗ്യം നശിച്ച്, അതായത് ഷുഗർ വന്ന ആൾ എന്ത് ചെയ്യണം, ഹാർട്ട് പേഷ്യന്റ് എന്ത് ചെയ്യണം, സർജറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഡയബറ്റിക് ഫുഡ് വന്നാൽ എന്ത് ചെയ്യണം, അതായത് അസുഖം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, അസുഖം വന്നാൽ എന്തെല്ലാം പ്രതിവിധികളെന്ന് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, ഇവിടെ അസുഖം വരാതിരിക്കാൻ എന്തെല്ലാം വേണം അതിനെപ്പറ്റിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ശരിക്കും അതാണ് സമൂഹത്തിന് ആവശ്യം, അസുഖം വരാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളത്. നമുക്ക് SOനെ പറ്റി വേണം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ വീടുകളിൽ എത്ര രൂപ ലാഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് SO എന്നുള്ള ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട്. നമ്മുടെ SOയും പഞ്ചതുളസിയും ഒക്കെ എത്ര രൂപ ലാഭിച്ചിട്ടുണ്ട്. ഒരു ശരാശരി ഒരു വ്യക്തിക്ക് പനി വന്നാൽ ഒരു 1000 രൂപ ചെലവാണ്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം പനി വന്നു കൂട്ടിക്കുള്ള ഒരു ഫാമിലിയിൽ പനിക്ക് മാത്രം സാധാരണ ഇതിൽ ഒരു 10,000 രൂപയ്ക്ക് ചെലവുണ്ടാവും ഒരു ഫാമിലിയിൽ ഒരു വർഷത്തേക്ക് കണക്കെടുത്താൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ SOയും പഞ്ചതുളസിയും ഒക്കെ എത്ര രൂപ നമ്മുടെ കുടുംബത്തിൽ ലാഭിക്കുന്നുണ്ട്? അത് മാത്രമാണോ? എത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കാൻ. ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയങ്ങ് പോവുക, ആരോഗ്യം പോവുക, പിന്നെ തിരിച്ചു പിടിക്കണേ കുറച്ച് സമയം പിടിക്കും. അതിന്റെ കൂടെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളും അതിനുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളും ഒരുപാട്. നമുക്കൊരു വലിയൊരു അനുഗ്രഹമാണ് ന്യൂട്രിചാർജ് എന്നുള്ള ഒരു മഹാപ്രസ്ഥാനം. തീർച്ചയായിട്ടും ആ ന്യൂട്രിചാർജ് എന്നുള്ള ഈ ഒരു സംവിധാനം RCMന്റെ കൂടെ വന്നതുകൊണ്ട് തന്നെ അത് ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ആളുകൾക്ക് ആരോഗ്യത്തെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കാനും ഒരുപാട് ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എനിക്കറിയാം നല്ലൊരു ശതമാനം ആളുകളും ന്യൂട്രിചാർജ് ഉപയോഗിച്ചിട്ട് ഹെൽത്ത് ഉണ്ടാക്കിയ ആളാണ്. ഞാനൊരു സ്ഥിരമായിട്ട് അലർജി ഉള്ള ആളായിരുന്നു, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് റെഗുലറായിട്ട് ന്യൂട്രിചാർജ് മാൻ ഇറങ്ങിയ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവാറില്ല. കഴിഞ്ഞൊരു 7 വർഷത്തിലധികമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്ക്സ് ടു ന്യൂട്രിചാർജ്. ഒപ്പം നമ്മുടെ ലീഡേഴ്സ് നമുക്ക് നോളജ് പറഞ്ഞു തന്നതിന്. അപ്പം നമുക്ക് ഈ ഒരു ഉദ്യമത്തിൽ നമുക്ക് ന്യൂട്രിചാർജിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇന്ന് ന്യൂട്രിചാർജ് വ്യൂ എന്നുള്ള ഉൽപ്പന്നത്തെ പറ്റിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അവസരം. അപ്പൊ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാനൊരു സ്ലൈഡിലേക്ക് ക്ഷണിക്കുകയാണ്. ന്യൂട്രിചാർജ് വ്യൂവിനെ പറ്റി നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. എന്താണ് ന്യൂട്രിചാർജ് വ്യൂ എന്നും നമുക്ക് എന്താണ് അതിനുള്ള ബെനിഫിറ്റുകളെന്നും.
അപ്പൊ എല്ലാവർക്കും കൂടി എല്ലാവർക്കും ഗുഡ് ആർസിയം മേരാ ചാർജ് ന്യൂട്രി ചാർജ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല അല്ലെ? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കണ്ണുള്ളപ്പം കണ്ണിന്റെ വില അറിയില്ല. നമ്മൾ പറയുന്ന അർത്ഥം പലതാണെങ്കിലും ശരി, കണ്ണിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയില്ലെന്ന് നമ്മൾ പല സന്ദർഭങ്ങളും പറയാറുണ്ട്. അപ്പൊ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർ പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു വാക്കാണ്. ഞാൻ ഇല്ലാത്തപ്പോൾ നിനക്ക് അറിയാം എന്റെ വില എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഓരോ അവയവങ്ങളും അങ്ങനെ തന്നെയാണ്. അതിനൊരു പ്രശ്നം വരുമ്പോഴാണ് ആ അവയവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. മുട്ടുവേദന വന്നപ്പോഴാണ് നമ്മുടെ കാലിൽ മുട്ടിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. നടുവേദന വന്നപ്പോഴാണ് നടുവിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത്. നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹൃദയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത് നെഞ്ചുവേദന വരുമ്പോഴോ അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് അല്ലെങ്കിൽ സംശയിക്കുമ്പോഴാണ്. അതിനേക്കാളും പ്രാധാന്യം എപ്പോഴും നമ്മളെ ഈ മനോഹരമായിട്ടുള്ള ലോകം കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനോഹരമായ കണ്ണുകൾ. ഒരുപാട് പ്രാധാന്യമുണ്ട് കണ്ണുകൾ. പക്ഷെ നമുക്ക് വേണ്ടി എപ്പോഴും ഭൂമിക്ക് നേരെ തുറന്നിരിക്കുന്ന ആ കണ്ണുകളെ നമ്മൾ അങ്ങനെ വസ്തു ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. നമ്മളുടെ ശരീരത്തിന്റെ മെക്കാനിസം നമ്മൾ അറിയാതെ കണ്ണ് ചിമ്മാനും തുറക്കാനും കഴിയുന്നു. കൺപോളകൾ നമ്മളെ സഹായിക്കുന്നു. പക്ഷെ കണ്ണിന്റെ വില നമ്മൾ എത്രത്തോളം കണ്ണിന് പ്രാധാന്യം കൊടുക്കുന്നു, കണ്ണിന് നമ്മൾ എന്തെങ്കിലും കെയർ കൊടുക്കുന്നുണ്ടോ? അപ്പൊ കണ്ണുള്ളപ്പോൾ ശരിക്കും അറിയുന്നില്ല കണ്ണിന്റെ വില. കണ്ണ് പോകുമ്പോൾ അറിയുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ അവർ ബ്യൂട്ടി ഈസ് ഡിറൈവ്ഡ് ബൈ അവർ ഐസ് അല്ലെ? ഭംഗിയുള്ള കണ്ണുകൾ ഭംഗി കൂട്ടാൻ വേണ്ടി സ്ത്രീകള് കണ്ണില് കൺമഷി ചെയ്തു അല്ലേ? അപ്പൊ അതൊക്കെ കണ്ണിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയാണ്. നല്ല ഭംഗിയുള്ള കണ്ണുകൾ, കവികൾ വർണ്ണിക്കാറുണ്ട് ഭംഗിയുള്ള കണ്ണുകൾ. അപ്പൊ ഈ നല്ല ഭംഗിയുള്ള കണ്ണുകൾ നമ്മുടെ ഭംഗിയുടെ ഒരു ബ്യൂട്ടിയുടെ ഒരു മാനദണ്ഡമായിട്ടാണ് എസ്പെഷ്യലി ലേഡീസിനാണ് കണക്കാക്കുന്നതെങ്കിൽ ശരിക്കും കണ്ണുകളുടെ ധർമ്മം അതല്ലല്ലോ. നമ്മളെ ഈ ലോകം, മനോഹരമായ ലോകം കാണിച്ചു തരുന്നത് നമ്മുടെ കണ്ണുകളാണ്. അപ്പം കണ്ണുകളുടെ പ്രശ്നം നമ്മൾ എവിടെ തിരിച്ചറിയാം? വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ ഐസ് എപ്പോഴാണ് നമ്മുടെ കണ്ണുകളുടെ പ്രാധാന്യം തിരിച്ചറിയാം? നമ്മൾ പറഞ്ഞല്ലോ, കണ്ണില്ലാത്തപ്പോൾ അതിന്റെ വില അറിയാം. വാട്ട് വി സീ ഈസ് ബ്ലഡ്. നമ്മൾ കാണുന്ന വസ്തുക്കള് മങ്ങുമ്പോഴാണ് കണ്ണിന്റെ പ്രാധാന്യം തിരിച്ചറിയാം. ആദ്യമായിട്ടൊരു കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്നൊരു തോന്നല് ഒരു 10 വർഷം മുമ്പ് വന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന സംവിധാനം വെറുതെ കാഷ്വൽ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളിലാണ് ഡിപ്പാർട്ട്മെന്റിലെ ഒപ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയി. അവർ മുമ്പിൽ ഒരു ലെൻസ് വന്ന് വെച്ച സമയത്ത് ഞാൻ മുമ്പിൽ കണ്ട കാഴ്ചകൾ ഞാൻ സാധാരണ കാണുന്നതിനേക്കാളും ക്ലിയർ ആയി കണ്ടു. ശരിക്കും ഭയങ്കര വിഷമം തോന്നിപ്പോയി. കാരണം പ്രായം കൂടുകയാണ്, കണ്ണിന് ആ പ്രായത്തിന്റെ ആയിട്ടുള്ള കണ്ണിന്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയതിൽ മനസ്സിലായപ്പോഴാണ് ഇതേപോലെ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. കാരണം അപ്പൊ ഞാൻ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് മങ്ങിയ ചിത്രങ്ങളാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പം എപ്പോഴാണ് നമ്മൾ കണ്ണിന്റെ കാഴ്ച മങ്ങിയത് നമ്മൾ തിരിച്ചറിയുന്നത്? ഇതുപോലുള്ള ചിത്രങ്ങൾ ഇങ്ങനെ മങ്ങി തുടങ്ങുമ്പോഴാണ്. അതുപോലെ കണ്ണ് നമ്മൾ കാണാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നു. പത്രം വായിക്കാന്നൊക്കെ നമ്മൾ നല്ലോണം വായിച്ചുകൊണ്ടിരുന്ന പേപ്പറുകളൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ആൾ നമ്മൾ കാണാൻ വല്ലാതെ കണ്ണിനെ സ്ട്രെയിൻ ചെയ്യുന്ന ഒരവസ്ഥ. പക്ഷെ കാണാൻ പറ്റാത്ത ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് നമ്മൾ അറിയാതെ അങ്ങനെ സ്ട്രെയിൻ ചെയ്തു പോകണം. അപ്പൊ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരുന്നത് നമ്മൾ തിരിച്ചറിയുന്ന അവിടെ വെച്ചാണ്. വി ആർ ഫോഴ്സ്ഡ് ടു വിയർ സ്പെക്ടാക്കിൾസ് അറ്റ് യങ് ഏജ്. ചെറുപ്രായത്തിൽ തന്നെ കണ്ണട വെക്കാൻ നിർബന്ധിതരാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്. ഇതിനകത്ത് കുറച്ച് പ്രായമുള്ള ആളുകൾ, ചിലർ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, 50-60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കി. ആ സ്കൂൾ കാലഘട്ടത്തിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അതിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു വേണമെങ്കിൽ പറയാം. അതിന് കുറച്ച് പ്രായമുള്ള ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ സ്കൂളിൽ കാലിന് മുടന്തുള്ള കുട്ടികൾ ധാരാളം ഉണ്ടാവാറുണ്ടായിരുന്നു. മുടന്ത്, പോളിയോ ബാധിച്ചിട്ടൊക്കെ ആയിട്ട് മുടന്ത് വന്ന കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ അത് കാണുന്നില്ല, നമ്മൾ അതിനെ തുടച്ചു നീക്കി. പക്ഷെ ഈ കാലഘട്ടത്തിൽ കാണുന്നത് എന്താണ്? അവിടെ സ്കൂളിൽ മുടന്തുള്ള കുട്ടികൾ ഓരോ ക്ലാസ് ഉണ്ടെങ്കിൽ ഇന്ന് സ്കൂളിൽ നല്ല ശതമാനം കുട്ടികളും കണ്ണട വെക്കുന്നു. അന്ന് കണ്ണട വെച്ചിരുന്നില്ല. ഒരു വൈകല്യമാണല്ലോ ഇത്. അന്ന് മുടന്താണ് അല്ലെങ്കിൽ കാലിന് വൈകല്യമായിരുന്നു കണ്ടിരുന്നെങ്കിൽ ഇന്ന് കണ്ണടയാണ്. അപ്പൊ കണ്ണടയെ ഒരു വൈകല്യമായിട്ട് കാണുന്നില്ല, ഒരു ഭംഗിയുടെ പ്രതീകമായിട്ട് വല്ലതും വെച്ചതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാകുന്നില്ല. ആ അവയവം കേട്ട നമ്മുടെ പ്രധാനപ്പെട്ട അവയവത്തിന് ഒരു ഡാമേജ് വന്നുകൊണ്ട് നാം നിർബന്ധിതരാവുകയാണ് കണ്ണട വെക്കാൻ. അപ്പൊ കണ്ണടയെ നമ്മളൊരു മഹത്വവൽക്കരിച്ച് ഭംഗിയുടെ പ്രതീകമായിട്ട് സ്റ്റൈലാക്കി മാറ്റിയത് കൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല. അതൊരു വൈകല്യം തന്നെയാണ്, ഒരു പ്രയാസം തന്നെയാണ് സാധാരണ ഒരു കണ്ണട വെച്ച് നടക്കാന്ന് പറഞ്ഞാൽ. വി ഗെറ്റ് സ്പെക്ടാക്കിൾസ് ബിക്കോസ് ഓഫ് ഏജ്. പ്രായം കൊണ്ട് ചെറിയ കുട്ടികൾ മാത്രമല്ല, പ്രായം കൂടുന്തോറും കണ്ണട വെക്കാൻ നിർബന്ധിതരാവുന്നു. ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് കണ്ണിന് സ്വാഭാവികമായിട്ടുള്ള കാഴ്ചക്കുറവ് വരുന്നു, കണ്ണട വെക്കാൻ നമ്മൾ നിർബന്ധിതരാവുന്ന അവസ്ഥയ്ക്ക് വരുന്നു. നോക്കിയോളൂ, സ്റ്റുഡൻസ്, സീനിയർ സിറ്റിസൺസ്, പ്രൊഫഷണൽസ്, ഹോം മേക്കേഴ്സ്, എല്ലാവരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? എല്ലാവരുടെയും ലോകം എന്ന് എവിടെയാ? എല്ലാവരും തല താത്തിയിരിക്കുന്നത്. ഇന്ന് ആരും തല ഉയർത്തി നടക്കാൻ കഴിയുന്നില്ല. എല്ലാവരും തല താത്തിയിരിക്കുന്നത്.
ആരെയും പരസ്പരം കാണണ്ട. നമ്മളെല്ലാവരും ഒരു ഡിവൈസിനകത്തേക്ക് അങ്ങോട്ട് മുഴുകി കിടക്കുക. ആൻഡ് വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ലുക്കിംഗ് അറ്റ് ദം. ദീസ് സ്ക്രീൻസ് ആർ വെരി ക്ലോസ് ടു us, അല്ലെ? ആ സ്ക്രീൻ നമ്മുടെ വളരെ ക്ലോസ് ആണ്. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മളെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് മീഡിയ എന്ന് പറഞ്ഞാൽ സിനിമയായിരുന്നു. ആ സിനിമാ കൊട്ടകളിൽ, സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ആ സ്ക്രീൻ നമ്മളിൽ നിന്നും വളരെ ദൂരെയായിരുന്നു. കണ്ണിനടുത്തുണ്ടായിരുന്നില്ല, വളരെ ദൂരെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ടെലിവിഷനിലേക്ക് വന്ന സമയത്ത് ടെലിവിഷൻ എന്തായി? അപ്പൊ സ്ക്രീന് കുറെ കൂടെ അടുത്തേക്ക് വന്നു. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് മീറ്ററുകൾ ആണെങ്കിൽ പോലും നമ്മുടെ സിനിമാ സ്ക്രീനെ അപേക്ഷിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നു. സ്ക്രീൻ വലുപ്പം കുറച്ചുകൂടി കുറഞ്ഞു, കണ്ണിന് കുറച്ച് സ്ട്രെയിൻ കൂടി. മറ്റേത് വലിയ സ്ക്രീനിലായിരുന്നു, എല്ലാം എപ്പോഴും കാണില്ല, ടെലിവിഷൻ കാണാനായി. അത് കഴിഞ്ഞിട്ട് എന്തായി? അവിടുന്ന് ലാപ്ടോപ്പിലേക്ക് വന്നു, അതായത് നമ്മുടെ മടിയിലേക്ക് എത്തി, നമ്മുടെ വളരെ അടുത്തെത്തി. ഇന്നോ വാം ടോപ്പിലേക്ക് എത്തി, നമ്മുടെ കൈവെള്ളയിലേക്ക് എത്തി. അതായത് നമ്മുടെ സ്ക്രീനുകൾ കണ്ണിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് സിനിമാ തിയേറ്ററിലെ സ്ക്രീനിൽ നിന്ന് നമ്മുടെ കണ്ണിനടുത്തുള്ള മൊബൈൽ സ്ക്രീനിലേക്ക് ദൂരം നോക്കി, ആ ദൂരം കൂടുന്തോറും നമ്മളെന്തായി? നമ്മുടെ സ്ക്രീൻ നമ്മുടെ വളരെ ക്ലോസ് ആയി. ആ ക്ലോസ് ആയ സ്ക്രീന് ഇന്ന് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ബ്ലൂ റേസ് ദാറ്റ് എമിറ്റ്സ് ഫ്രം ദീസ്, ഇതിൽ നിന്ന് വരുന്ന നീല വെളിച്ചം നമ്മുടെ കണ്ണിനെ ദോഷകരമായി ബാധിക്കുന്നു. അപ്പൊ ഈ നീല വെളിച്ചം എവിടുന്നൊക്കെ നമ്മൾ വരുന്നുണ്ട്? അവർ ഐസ് ആർ ഗെറ്റ് സീരിയസ്ലി ഡാമേജ് ബൈ ഹാംഫുൾ ബ്ലൂ റേസ്. ഈ നീല വെളിച്ചം നമ്മുടെ കണ്ണിനെ വല്ലാതെ ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിനെ എത്ര ആൾക്ക് അറിയാവുന്നതാണ് ചോദ്യം. നമ്മുടെ മൊബൈലൊക്കെ എടുത്താൽ അതിനകത്ത് ബ്ലൂ റേസ് പ്രൊട്ടക്ഷൻ സെറ്റിംഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈ പ്രൊട്ടക്ഷൻ മോഡുകളൊക്കെ ഉണ്ട്. ഒരു പരിധി വരെ കണ്ണട വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ബ്ലൂ റേസ് പ്രൊട്ടക്ഷൻ കാണിച്ചു തരാറുണ്ട്. അത് അടിച്ച് ലൈറ്റ് അടിച്ച് കാണിച്ചു തരാറുണ്ട്. ബ്ലൂ റേസ് അപ്പുറത്ത് കടക്കുന്നില്ലാതെ കാണിച്ചു തരാറുണ്ട്. പക്ഷേ അതിന്റെ വില, നമ്മൾ സാധാരണ കണ്ണട വാങ്ങുമ്പോൾ ഇത് നമ്മൾ വില നല്ല വ്യത്യാസമുള്ളതുകൊണ്ട് അത് തൽക്കാലം വേണ്ടാന്ന് നമ്മൾ പറയും. ഭൂരിപക്ഷം ആൾക്കാർ ഇത് വേണ്ടെന്ന് പറയാം. നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. എന്ത് നീല വെളിച്ചം, നമുക്ക് വെളിച്ചം വെളിച്ചമല്ലേ, നീലയും ചുവപ്പൊക്കെ നമ്മൾ വെളിച്ചമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പം ബ്ലൂ റേസിന് വലിയ പ്രശ്നമുണ്ട്. ഈ ബ്ലൂ റേസ് എന്താ ചെയ്യുന്നത്? ഈ ബ്ലൂ റേസ് നീല വെളിച്ചം വന്നിട്ട് നേരെ നമ്മുടെ മാക്കുലർ റീജിയൻ, നമ്മുടെ കാഴ്ച വരുന്ന ആ ഒരു ഭാഗത്തെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് പെനട്രേറ്റ് ചെയ്തിറങ്ങുന്നു, അങ്ങോട്ട് ആഴ്ന്നിറങ്ങുന്നു, നമ്മുടെ കാഴ്ച ഉണ്ടാവുന്ന ഭാഗത്തേക്ക്, മാക്കുലർ റീജിയനിലേക്ക് ആഴ്ന്നിറങ്ങും ഈ നീല വെളിച്ചം. അത് ഇന്ന് ഒരുപാട് ആരോഗ്യ പ്രശ്നം, കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം, കണ്ണിന്റെ സ്ട്രക്ചറൽ ഡാമേജിന് കാരണമാകുന്നു. ഈ ഒരു നീല വെളിച്ചം നമ്മുടെ മാക്കുലർ റീജിയനിൽ പതിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ സ്ട്രക്ചറൽ ഡാമേജിന് വലിയ കാരണമാകും. അപ്പൊ ഈ ബ്ലൂ റേസ് കാരണം നോക്കിയേ, ഡ്രൈയിങ് ഓഫ് അവർ ഐസ്, കണ്ണ് ഡ്രൈ ആവുക. കണ്ണ് ഡ്രൈ ആവുന്നുണ്ട്. സങ്കടം വന്നാൽ പോലും പലർക്കും കണ്ണീര് വരുന്നില്ലെന്ന്. അല്ലെങ്കിലോ എന്തെങ്കിലും ഒരു ചെറിയ മനസ്സിന് വിഷമം തട്ടിയാലും കണ്ണിന്ന് കുടുകൂടാ കണ്ണീര് വരികയായിരുന്നു. ഇപ്പോഴോ അത്ര മനസ്സിന് അഗാധമായ വിഷമം വന്നാൽ പോലും കണ്ണീര് വരില്ല. ഇവിടുന്ന് വരാനാണ്, വറ്റിപ്പോയി, കണ്ണുനീർ വറ്റിപ്പോയി, കണ്ണ് ഡ്രൈ ആയിപ്പോയി, കണ്ണുനീരില്ല, ഭയങ്കര പ്രയാസമാണ് കണ്ണ്. അത് നമ്മൾ പലപ്പോഴും കണ്ണുനീരില്ലാത്തൊരു ഡ്രോപ്പുകൾ ഒഴിക്കാറുണ്ട്. വിഷൻ കുറയാ, ബ്ലഡ് വിഷൻ, നമുക്ക് കാഴ്ച മങ്ങിയ കാഴ്ചകളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ടയറിങ് ഓഫ് ഐസ്, കണ്ണിന് ക്ഷീണം വരിക, ഭയങ്കര ടയർഡാണ്, കണ്ണ് ഭയങ്കര ടയർഡ്. നമ്മൾ കണ്ണടയ്ക്കാനും കുറച്ചു നേരം കണ്ണടച്ചിരിക്കാനും, നമ്മൾ അറിയാതെ തന്നെ കണ്ണിന്റെ മുകളിൽ കൈവെക്കാനും, കൈവച്ചൊന്ന് കണ്ണിനെ ഒന്ന് പ്രസ് ചെയ്യാനും ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ശ്രമിച്ചു പോകുന്നു. കണ്ണ് കഴുകാൻ ശ്രമിക്കുന്നു, കണ്ണിനെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതൊന്നും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്തു പോകുന്ന ഒരുപാട് പ്രക്രിയ കണ്ടില്ലേ? ഈ പടത്തെ കണ്ണുകളെ കണ്ണിനെ കൈവച്ചിരിക്കുന്നതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ? കണ്ണ് ടയർഡ് ആയതുകൊണ്ട് നമ്മൾ ടയർഡായെന്ന് അറിഞ്ഞു ചെയ്യുന്നതാണോ? അല്ല, നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി കണ്ണ് ക്ഷീണിക്കുന്നു, കണ്ണ് വല്ലാതെ ക്ഷീണിക്കുന്നു, നമ്മളെ കണ്ണിന് പൊത്തിപ്പിടിക്കുന്നു, ഒക്കെ പലതും നമ്മൾ ചെയ്യുന്നു. ഒക്കെ ഈ നീല വെളിച്ചം കാരണമാണ്. തലവേദന വരുന്നു, പല ആൾക്കും വിട്ടുമാറാത്ത തലവേദനയുണ്ട്, പല രൂപത്തിൽ നമ്മൾ പല പേരുകൾ പറഞ്ഞു വയ്ക്കും. അതിന്റെ പലതിനും കാരണം ഇതാണ്, ഈ കണ്ണിന്റെ വരുന്ന ഡാമേജ് ആണ് തലവേദന ഈ കാരണമായിട്ട് പറയപ്പെടുന്നത്, കണ്ണിന്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ലോങ് ടൈം എക്സ്പോഷർ ടു ബ്ലൂ റേസ് കോസ് ഗ്രാജുവൽ ലോസ് ഓഫ് വിഷൻ. അപ്പോൾ ദീർഘകാലം ഈ നീല വെളിച്ചവുമായിട്ടുള്ള എക്സ്പോഷർ നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പം അത് പതുക്കെ നമ്മുടെ കാഴ്ച ഇല്ലാതാക്കും. ഗ്രാജുവൽ ലോസ് ഓഫ് വിഷൻ, പതുക്കെ നമ്മൾ കാഴ്ച ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലാസിന്റെ പവർ കൂടി വരുന്നു. കാഴ്ച എന്നുള്ള ഭംഗിയുള്ള നമ്മുടെ ലോകം കാണാനുള്ള അവസ്ഥ നമ്മൾ ഇന്ന് വിട്ടുപോവാണ്. അതോടൊപ്പം ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, അതായത് പ്രായാധിക്യം കൊണ്ടുണ്ടാവുന്ന നമ്മുടെ മാക്കുലർ റീജിയനിൽ വരുന്ന ഡീജനറേഷൻ, ഡീജനറേഷൻ, അതായത് നമുക്ക് ദോഷങ്ങൾ അല്ലെങ്കിൽ പ്രായാധിക്യം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് വളരെ പെട്ടെന്നാക്കും. അപ്പോൾ അതിനെ വല്ലാതെ പെട്ടെന്നാക്കും. അതായത് ഒരു 45-50 വയസ്സിൽ അല്ലെങ്കിൽ 45 വയസ്സിന് ശേഷം കണ്ണിന് വരേണ്ട പ്രശ്നങ്ങൾ 25-ലും 30-ലും ഒക്കെ വന്നു തുടങ്ങുന്ന അവസ്ഥ. പ്രായം കൂടുന്നു, പ്രായത്തിന് മുമ്പ് തന്നെ ആ കണ്ണിന്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും, വിച്ച് ഇവൻച്വലി കോസ് കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷൻ.
കാഴ്ച പൂർണ്ണമായിട്ടും അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു അവസ്ഥ. നമുക്ക് എത്ര സമയം കണ്ണടച്ച് നടക്കാൻ കഴിയും? നമ്മുടെ വീടിനകത്ത് പോലും നമുക്ക് കണ്ണടച്ച് നടക്കാൻ കഴിയില്ല. നമ്മളെല്ലാ തിങ്സും എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കണ്ണിലെ കാഴ്ചയില്ലാത്തൊരു അവസ്ഥയെ പറ്റി ആലോചിക്കുള്ളൂ. വലിയ വിഷയമാണ്. നമ്മൾ കണ്ണില്ലെങ്കിൽ നമ്മൾ അതിന്റെ വില തിരിച്ചറിയുള്ളൂ. അപ്പോൾ ദീസ് ബ്ലൂ റേസ് ആർ എമിറ്റഡ് ഫ്രോം, ഇത് എവിടുന്ന് വരുന്നു ഈ നീല വെളിച്ചങ്ങൾ? ഈ നീല വെളിച്ചത്തിന്റെ സോഴ്സ് എന്തൊക്കെയാണ്? സൺ, സൂര്യപ്രകാശത്തിന് മാരകമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികൾ വരുന്നുണ്ട്. ഇന്ന് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ചിട്ട് സൂര്യപ്രകാശത്തിന്റെ തീവ്രത കൂടി വരികയാണ്, സൂര്യനിൽ നിന്ന് വരുന്ന റേസിന്റെ ശക്തി കൂടി വരികയാണ്. ഒരുപാട് ഹാംഫുൾ ആവുന്നുണ്ട്. നമുക്ക് പണ്ട് നോക്കുന്ന പോലെ ഇപ്പൊ നമുക്ക് സൂര്യനെ നോക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിലേക്ക് നമുക്ക് ഒരു സൺഗ്ലാസിന്റെ സംരക്ഷണമില്ലാതെ നേരിട്ട് നോക്കാൻ വലിയ പ്രയാസമാണ് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടെലിവിഷൻ സ്ക്രീൻ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അടുത്തേക്ക് എത്തി. സ്ക്രീൻ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ട് എത്തി, വളരെ ക്ലോസ് ആയി. LED വന്ന് TV വന്നതിന് ശേഷം വളരെ ക്ലോസ് ആയി. നമ്മൾ സ്ക്രീൻ വളരെ അടുത്തുനിന്ന് കാണുന്നു. നമുക്ക് അതിനകത്തൊക്കെ നീല വെളിച്ചം വരുന്നുണ്ട്. ലാപ്ടോപ്പ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ലാപ്ടോപ്പിൽ മൊബൈലാണ് നമ്മൾ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വിട്ടൊരു ജീവിതം ഇനി ഇല്ല. ടെലിവിഷൻ സ്ക്രീൻ വേണമെങ്കിൽ നമുക്ക് കുറച്ചു നേരം മാറ്റി വെക്കാം, ഓക്കെ, ടെലിവിഷൻ കാണുന്നില്ല. പക്ഷേ ലാപ്ടോപ്പും മൊബൈലും ടാബും ഒന്നും ഇല്ലാത്തൊരു ജീവിതം നമുക്കിനി ഇല്ല. അതുപോലെ നമ്മുടെ LED ലൈറ്റുകൾ, ഇതൊന്നും ഇല്ലാതെ നമുക്കിനി ജീവിതമില്ലെന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം തിരിച്ചറിയാം. അപ്പൊ എന്ത് സംഭവിക്കും? കണ്ണ് പൊക്കോട്ടം കാണാം. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ജീവിതമില്ലെങ്കിൽ പിന്നെ കണ്ണിനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? നമുക്ക് കണ്ണിനെ സംരക്ഷിക്കണം, കണ്ണ് നമുക്ക് ആവശ്യമുള്ളതല്ലേ. അപ്പം ഇതൊക്കെ മാറ്റിവെക്കാൻ കഴിയില്ല. അതുപോലെ മൊബൈൽ, നമ്മൾ എപ്പോഴാണ് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇന്ന് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് മൊബൈൽ നോക്കുന്ന പുതിയ തലമുറ ഒരുപാടുണ്ട്. അതിന്റെ ദോഷഫലങ്ങൾ അറിഞ്ഞിട്ടാണോ? മൊബൈല് നേരിട്ട് ആ വെളിച്ചം കണ്ണിലേക്ക് അടിക്കുന്ന ഒരുപാട് അവസ്ഥകൾ. അതിന്റെ തിക്തഫലം പറയുന്നില്ല, പക്ഷെ അതിനകത്തുള്ള എന്റർടൈൻമെന്റ് ആണ് നമുക്ക് നോക്കുന്നത്. അതുപോലെ സൺഗ്ലാസ്, നമ്മൾ സൺഗ്ലാസ് വെച്ചിട്ട് നമുക്ക് സൺലൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാം. എത്ര ആൾ സൺഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചോദ്യം. സൺഗ്ലാസ് ഉപയോഗിച്ച് സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം കണ്ണിനെ. കാരണം വെച്ചാൽ സൺലൈറ്റ് നമുക്ക് ദോഷകരമാകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സൺഗ്ലാസ് ഉപയോഗിക്കുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാലും സൺഗ്ലാസ് ഒരു സ്റ്റൈലിന്റെ പ്രതീകമായിട്ടാണ് പലരും ഉപയോഗിക്കുന്നത്. കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സൺഗ്ലാസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞാൻ പറയാൻ വളരെ കുറവാണ്. സൺഗ്ലാസുകൾ സ്റ്റൈലിന് വെക്കുന്നു, ഒരു ഭംഗി അല്ലെങ്കിൽ സ്റ്റൈല് അല്ലെ, എടുത്തു കഴിഞ്ഞാൽ അറിയാം. പക്ഷെ കണ്ണ് ശരിക്കും സൺഗ്ലാസ് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അത് മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് 6 മീറ്റർ, ടെലിവിഷനിൽ നിന്ന് 6 മീറ്ററിലേക്ക് നമുക്ക് ഡിസ്റ്റൻസ് വേണമെന്നാണ് പറയുന്നത്. 6 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ കാണാൻ ശ്രമിക്കാറില്ല. കാരണം നമ്മുടെ വീട്ടിലെ ഡൈനിങ് റൂമിൽ, ഡ്രോയിങ് റൂമിൽ വെച്ചിരിക്കുന്ന TVക്ക് ആ റൂമിന് തന്നെ മൊത്തം 6 മീറ്റർ താഴെ വലുപ്പം ഉണ്ടാവുള്ളൂ, 6 മീറ്റർ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയാം? അപ്പോൾ ഒരിക്കലും പോസിബിൾ അല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അത് പോസിബിൾ അല്ല. സ്ക്രീൻസ് ഓഫ് ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽസ് ആർ ടു ക്ലോസ് ടു അവർ ഐസ്. കണ്ണിനെടുത്തു വന്നു. പ്രത്യേകിച്ചും കൊറോണ കഴിഞ്ഞ് നമ്മൾ ഓൺലൈനിലേക്ക് കാര്യം കഴിഞ്ഞ സമയത്ത് ഇനിയിപ്പോൾ നമ്മളെ ക്ലാസ്സുകൾ ഓഫ്ലൈൻ ആണെങ്കിൽ പോലും പല ക്ലാസ്സുകൾ നമ്മളിപ്പോൾ നടക്കുന്ന ക്ലാസ് അടക്കം എല്ലാം ഓൺലൈനിലാണ്. അപ്പൊ ഇതൊന്നും നമ്മളെ വിട്ടു പോകാൻ കഴിയില്ല, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിയും. വി സ്പെൻഡ് ടു മച്ച് ടൈം ലുക്കിംഗ് അറ്റ് ദം. അപ്പൊ നമ്മൾ അതിലൊക്കെ നോക്കി ഒരുപാട് സമയം, അല്ലെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയമല്ല, ഉണരുന്ന സമയം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത്, പണ്ടൊക്കെ നമ്മൾ അലാറം ടൈം പീസ് ഓഫ് ആക്കുക, നമ്മൾ കൈകൊണ്ട് അമർത്തി ടൈം പീസിന്റെ സ്ക്രീനിൽ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല അല്ലെ, അവിടെ ഒന്നും കാണാനില്ല. പക്ഷെ ഇന്ന് നമ്മുടെ അലാറം വെച്ച് അലാറം ഓഫ് ആക്കുന്ന നിമിഷം മുതൽ നമ്മൾ നമ്മുടെ സ്ക്രീനിലാണ്, അല്ലെങ്കിൽ സ്ക്രീനിനെ കണി കണ്ടാണ് നമ്മൾ ഉണരുന്നത്. ഒരാൾക്കും എണീച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മൊബൈലിൽ വാട്സപ്പ് നോക്കണം, മെസ്സേജ് വന്നോ നോക്കണം, റീൽസ് കാണണം, എന്നിട്ടൊക്കെ നമ്മൾ ഡേ ആരംഭിക്കുന്നുള്ളൂ. നമ്മൾ ആർസിഎംകാരെ സംബന്ധിച്ചോളം നമ്മൾ പലപ്പോഴും ആളുകൾ രാവിലെ 6 മണിക്ക് മീറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നത്, 6 മണിക്കാണെങ്കിൽ 7 മണിക്കാണ് മോർണിംഗ് മീറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ ഒരുപാട് രാവിലെ ഉണർന്ന് എണീക്കുന്ന മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ ഒരുപാട് സമയം ഈ സ്ക്രീനിൽ ചെലവഴിക്കുന്നുണ്ട്. എന്തു സംഭവിക്കുന്നു? ഈ നീല വെളിച്ചമെല്ലാം നമ്മുടെ കണ്ണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെൻസ് ദ ബ്ലൂ റേസ് എമിറ്റഡ് ഫ്രം ദം കോസ് മാക്സിമം ഡാമേജ് ടു ഐസ്. അപ്പൊ നമ്മുടെ കണ്ണിന് മാക്സിമം ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതുതലമുറയിലെ യങ് ഏജിലുള്ള ആളുകൾ, ജീവിതം ആരംഭിച്ചിട്ട് പോലും ഇല്ലാത്ത പുതിയ തലമുറ കുട്ടികൾ, അവരുടെ കണ്ണിന്റെ അവസ്ഥയോ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പറഞ്ഞു, ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇനി മോചനമില്ല. അതായത് നമുക്ക് ഈ ഉപകരണങ്ങൾ, ഈ സ്ക്രീനിന് നടത്തുന്ന ഒരു മോചനം നമുക്ക് ഇനിയില്ല. അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ അടുത്ത പടി നോക്കണം. എങ്ങനെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് പോലും സംരക്ഷിക്കാൻ കണ്ണിന് എന്ത് ന്യൂട്രിയൻസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, എന്ത് ന്യൂട്രിയൻസ് ഉപയോഗിച്ച് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും? അവിടെയാണ് നമുക്ക് ഉത്തരം ല്യൂട്ടീൻ ആൻഡ് സിയാസാന്തിൻ. ല്യൂട്ടീൻ ആൻഡ് സിയാസാന്തിൻ ഈ 2 പോഷകങ്ങൾ നമ്മുടെ കണ്ണില് മാക്കുലർ റീജിയനിൽ വരുന്ന ആ ഒരു ബ്ലൂ റേസിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ല്യൂട്ടീനും സിയാസാന്തിനും നാച്ചുറലി നമ്മുടെ കണ്ണിലുണ്ട്. ല്യൂട്ടീനും സിയാസാന്തിനും നാച്ചുറലി നമ്മുടെ കണ്ണിലുണ്ട്, മാക്കുലർ റീജിയനിലുണ്ട്. അതുള്ളത് കൊണ്ടാണ് മാക്കുലർ റീജിയനിൽ വരുന്ന ബ്ലൂ റേസ് നമുക്ക് തടയുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മള് ബേസിക്കലി നമ്മൾ പ്രകൃതിദത്തമായിട്ട് മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൺലൈറ്റ് മാത്രമേ ഉള്ളൂ.
നമുക്ക് പ്രകൃതിദത്തമായിട്ട്, ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ബാക്കി എല്ലാ ലൈറ്റും നമ്മൾ ഉണ്ടാക്കുന്ന. അപ്പൊ സൺലൈറ്റ് മാത്രത്തിലല്ല ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും സ്ക്രീനാണ് നമ്മുടെ പ്രധാനം. സൺലൈറ്റിനേക്കാളും കൂടുതൽ നമ്മൾ സ്ക്രീനിലെ ലൈറ്റാണ് കാണുന്നത്. അപ്പൊ നമുക്ക് നോർമലി നമ്മുടെ ഇതിലുള്ള ലൂട്ടിനും സിയാസാന്തിനും അതുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ, കാരണം അത്രത്തോളം ബ്ലൂറേസ് വരുന്നു. പ്ലസ് ഈ നാച്ചുറലി നമ്മുടെ കയ്യിലുള്ള ബ്ലൂറേസ് അല്ലെങ്കിൽ ഈ പോഷകങ്ങൾ എങ്ങനെയാണ് നമ്മൾ കഴിക്കിയ ഭക്ഷണത്തിലാണ്. അപ്പൊ അതടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അപ്പൊ ദേ പ്രിവെന്റ് ദ ബ്ലൂറേസ് ഫ്രം എൻറ്ററിങ് അവർ ഐസ്, കണ്ണിലേക്ക് തടയുന്നു. അപ്പൊ എന്ത് കഴിച്ചാൽ നമുക്ക് കിട്ടുക? അപ്പം പ്രായം കൂടുന്തോറും നമുക്ക് സംഭവിക്കുന്നു. മൊബൈൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അതിന്റെ ടോക്സിൻസ്, നമ്മളെ പ്രകൃതിദത്തമായ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് എല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ടെങ്കിലും അപ്പം എന്ത് കഴിച്ചാൽ എങ്ങനെയാണ് നമുക്ക് തടയാൻ കഴിയുക? അപ്പൊ നമുക്ക് നല്ലൊരു സപ്ലിമെന്റ്, അക്കോർഡിംഗ് ടു ദ റിസർച്ച് ബൈ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, മെൻ ആൻഡ് വുമൺ വിത്ത് ഗുഡ് എമൗണ്ട് ഓഫ് ലൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ ഹാസ് 41% ലെസ് ചാൻസ് ടു ബിക്കമിങ് ബ്ലൈൻഡ്. നല്ല അളവിൽ ലൂട്ടിനും സിയാസാന്തിനും കിട്ടും. നമ്മൾ ബ്ലൈൻഡ് ആവുന്നതിനെ തടയാൻ നമുക്ക് കഴിയും. അപ്പം ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് ലൂട്ടിന്റെ ഐഡിയൽ നമുക്ക് കിട്ടേണ്ട ഐഡിയൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 20 mg ലൂട്ടിനാണ്. 20 mg ലൂട്ടിൻ കിട്ടണമെങ്കിലോ നമുക്ക് 4 കിലോ ക്യാരറ്റ് കഴിച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ്. 4 കിലോ ക്യാരറ്റ് നമ്മൾ ദിവസം കഴിച്ചാൽ 20 mg ലൂട്ടിൻ കിട്ടി. ഇനി സിയാസാന്തിൻ 4 mg മതി. 4 mg കിട്ടണമെങ്കിലോ 111 കപ്പ് ബ്രോക്കോളി കഴിച്ചാൽ മതി, 41 ഓറഞ്ച് കഴിച്ചാൽ മതി, 5 കോൺ കഴിച്ചാൽ മതി. ഇതൊന്നും പോസിബിൾ അല്ല. ഇനി കഴിച്ചാൽ തന്നെയോ, ഇത് കഴിച്ചാൽ നമുക്ക് അബ്സോർവ് ചെയ്യാൻ കഴിയുന്ന ഉറപ്പുണ്ടോ? നമ്മുടെ ബോഡിക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ ഉള്ളതിനേക്കാളും ഒരുപാട് നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ കിട്ടാനുമില്ല. അപ്പൊ ഹെൽത്ത് സപ്ലിമെന്റ്സ് ആർ ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഒബ്റ്റൈനിങ് ദ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗെറ്റിംഗ് ദം അബ്സോർബ് ഇൻ അവർ ബോഡി. അപ്പൊ നമുക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന, ശരീരത്തിന് വലിച്ചെടുക്കാൻ കഴിയുന്ന പാകത്തിന് നമുക്ക് കിട്ടാവുന്ന ന്യൂട്രിയന്റെ സോഴ്സ് ആണ് ശരിക്കും ഹെൽത്ത് സപ്ലിമെന്റ്. അപ്പൊ മാറുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഹെൽത്ത് സപ്ലിമെന്റ് പ്രാധാന്യം കൂടി വരികയാണ്. ഇന്നത്തെ കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ നല്ല ഭക്ഷണം കഴിക്കാൻ കയ്യിൽ കാശുണ്ടായാൽ പോലും നല്ല ഭക്ഷണം കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പോഷകാഹാരം വാങ്ങിച്ചു കഴിക്കാനുള്ള പണം കയ്യിലുണ്ടെങ്കിൽ പോലും ആ പോഷകാഹാരം വാങ്ങിച്ചു കഴിക്കാൻ കിട്ടണ്ടേ? ഇനി കിട്ടിയാൽ തന്നെ കഴിക്കാൻ എവിടുന്ന് നമുക്ക് കഴിക്കാൻ കഴിയും? അപ്പം നമ്മൾ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സും വെറൈറ്റി ഓഫ് വെജിറ്റബിൾസും കഴിക്കുന്നില്ല. നമുക്ക് എവിടുന്ന് കിട്ടും? തനതായ ഭക്ഷണ സംസ്കാരങ്ങളൊക്കെ നമ്മളെ കൈവിട്ടുപോയി. അപ്പൊ നല്ല ഫുഡ് സപ്ലിമെന്റ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതാണ് നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള നീക്കം. നല്ല ഫുഡ് സപ്ലിമെന്റ്. അപ്പൊ ഏതാണ് നല്ല ഫുഡ് സപ്ലിമെന്റ് ആണ് ചോദിക്കും. യാതൊരു സംശയം വേണ്ട. നല്ലൊരു ഫുഡ് സപ്ലിമെന്റ് ഉണ്ടെങ്കിൽ അത് ന്യൂട്രിചാർജ് ഉണ്ടാക്കുന്ന ഫുഡ് സപ്ലിമെന്റ് ആണ്. ന്യൂട്രിചാർജ് വ്യൂ, ഓൺലി 1 capsule of ന്യൂട്രിചാർജ് വ്യൂ ഈസ് അഡിക്കേറ്റ് ഫോർ യുവർ ഒപ്റ്റിമൽ ഐ ഹെൽത്ത്. കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഇന്ത്യയിൽ കിട്ടാവുന്ന ബെസ്റ്റ് സപ്ലിമെന്റ് ഏതെന്ന് വെച്ചാൽ യാതൊരു സംശയമില്ല, ഉത്തരം ന്യൂട്രിചാർജ് വ്യൂ ആണ്. ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. നമുക്ക് 20 mg ലൂട്ടീൻ ഉണ്ട്, 4 mg സിയാസാന്തിൻ ഉണ്ട്, ക്ലിനിക്കലി പ്രൂവൺ ആണ്. ബീറ്റ കരോട്ടിൻ ഉണ്ട്, വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്. ഏറ്റവും മികച്ച ആന്റി ഓക്സിഡന്റുകളാണ് വിറ്റാമിൻ ഇയും വിറ്റാമിൻ എയും ഒക്കെ. ബീറ്റ കരോട്ടിൻ, ലൂട്ടീനും സിയാസാന്തിനും അവർക്ക് ആവശ്യമുള്ള അളവിൽ 20 mg ലൂട്ടീനും 4 mg സിയാസാന്തിനും. നാച്ചുറൽ റേഷ്യോ 5:1 ആണ് ലൂട്ടീനും സിയാസാന്തിന്റെ. ആ നാച്ചുറൽ റേഷ്യോ നമ്മുടെ ന്യൂട്രിചാർജ് വ്യൂ പറയുന്നത് ദേ ഷുഡ് ബി പ്രസന്റ് ഇൻ ദ സെയിം റേഷ്യോ ഇൻ ദ സപ്ലിമെന്റ് ഫോർ ഇറ്റ് ടു ബി എഫക്റ്റീവ് ആവേണ്ട രീതിയിലുള്ള സെയിം റേഷ്യോ. നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റിനോട് ഗുണം കിട്ടണ്ടേ? അതിനുവേണ്ടി കറക്റ്റ് റേഷ്യോയിലാണ് നമ്മുടെ ന്യൂട്രിചാർജ് വ്യൂ ഉള്ളത്. 20 mg ലൂട്ടിനും 4 mg സിയാസാന്തിനും വരുന്നത്. അപ്പോൾ ദീസ് ലൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ ഹാവ് ബീൻ ടേക്കൺ ഫ്രം ദ വേൾഡ് റിനോൾഡ് ബ്രാൻഡ് ലൂട്ടാമാക്സ് എന്നുള്ള വേൾഡിൽ അറിയപ്പെടുന്ന ബ്രാൻഡിന്റെ അടുത്താണ് നമ്മൾ ലൂട്ടിൻ സിയാസാന്തിൻ എടുത്തിരിക്കുന്നത്. നാച്ചുറൽ സോഴ്സ് മാരിഗോൾഡ് ഫ്ലവേർഡ് എന്നാണ് നമ്മുടെ ലൂട്ടിൻ എടുത്തിരിക്കുന്നത്. അവിടെ ദീസ് ഫ്ലവേഴ്സ് ആർ ഗ്രോൺ ഫ്രം GMO ഫ്രീ സീഡ്സ് ആൻഡ് their quality is maintained by every step from the field to your doorstep. Good manufacturing practice, ഫീൽഡിൽ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ മെരിഗോൾഡ് നമ്മുടെ ഫീൽഡ് മുതൽ നമ്മുടെ അടുത്തേക്ക് എത്തുന്നവരെയുള്ള ക്വാളിറ്റി 100% ഉറപ്പുവരുത്തുന്നതാണ്. അപ്പം എപ്പോൾ എടുക്കാം? ആഫ്റ്റർ മീൽസ്, ഭക്ഷണത്തിന് ശേഷം ഒരു ടാബ്ലറ്റ്, 1 capsule daily ഫ്രം ദ ഏജ് ഓഫ് 18 years. 18 വയസ്സിന് ശേഷം മുതൽ ഒരു ക്യാപ്സൂൾ ഡെയിലി. 18 വയസ്സിന് മുമ്പിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു മുമ്പേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതിനു മുമ്പേ കഴിച്ചു തുടങ്ങാം, നോ പ്രോബ്ലം. ചെറിയ പ്രായത്തിൽ നമുക്ക് കഴിച്ചു തുടങ്ങേണ്ട ആവശ്യകത ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് അത്രത്തോളം ഡേഞ്ചർ ആണെന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈസിലൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒഫീഷ്യലി 18 വയസ്സാണെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. ഹൗ ക്യാൻ ടേക്ക്, എത്ര കാലം ടേക്ക് എടുക്കാം? അല്ല, ആർക്കൊക്കെ എടുക്കാം? ഓഫീസ് പോകുന്ന ആളുകൾ, സ്റ്റുഡൻസ്, വീട്ടമ്മമാര് വെറുതെ ഇരിക്കുകയല്ല, മൊബൈൽ തന്നെയാണ്.
പ്രായമുള്ള ആൾക്കാരുടെ മൊബൈൽ ഉപയോഗം വളരെ ടാബിൽ അല്ലെങ്കിൽ സ്ക്രീൻ ഉപയോഗം വളരെ കൂടുതലാണെന്ന്. എവരി മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് യൂസേഴ്സ്, മൊബൈലും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സ്ക്രീൻ ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. ഫോർ ബെറ്റർ ഐ ഹെൽത്ത് യു ക്യാൻ ടേക്ക് ന്യൂട്രിചാർജ് യു വിത്ത് ന്യൂട്രിചാർജ് DHA. ഒരു ന്യൂട്രിചാർജ് യു ടാബ്ലറ്റും ഒരു ന്യൂട്രിചാർജ് DHAയും എടുത്താൽ ബെറ്റർ ഐ ഹെൽത്ത് ആയി. രാത്രി ഭക്ഷണശേഷം ഒരു ന്യൂട്രിചാർജ് യുവും ഒരു DHAയും കഴിച്ച് കിടക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും, ഐ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, നമ്മുടെ ഓർമ്മകൾ ഷാർപ്പാവും. ടോട്ടൽ ഓവറോൾ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് ന്യൂട്രിചാർജ് DHA കൂടെ കഴിക്കുക എന്നുള്ളത്. ടിൽ വെൻ ടു ടേക്ക്, എത്ര കാലം കഴിക്കണം? എത്ര കാലമാണോ നമ്മൾ ഈ ഡിവൈസ് ഉപയോഗിക്കാൻ വിചാരിക്കുന്നത് അത്ര കാലം കഴിക്കണം. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഉപയോഗിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ടല്ലോ. ഡിവൈസ് ഉപയോഗിക്കുന്നതിനാൽ കഴിക്കണം. ടിൽ ദ ടൈം യു വാണ്ട് ടു കീപ് യുവർ വിഷൻ ഇൻടാക്ട്. കണ്ണിന്റെ കാഴ്ച നല്ലോണം ആണോന്നും ഈ ഭൂമിയെ മനോഹരമായിട്ട് കാണണമെന്നും മങ്ങാത്ത രീതിയിൽ. മങ്ങിയ കാഴ്ചകൾ കണ്ടുമെടുത്തു, കണ്ണടകൾ വേണം, അല്ലെ? നമ്മൾ കേട്ട പാട്ടല്ലേ, മങ്ങിയ കാഴ്ചകൾ കണ്ടുമെടുത്തു, കണ്ണടകൾ വേണം. കണ്ണടകൾ ഒഴിവാക്കണം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമെടുത്തെങ്കിൽ നല്ല തെളിഞ്ഞ കാഴ്ചകൾ വേണമെങ്കിൽ ന്യൂട്രിചാർജ് വ്യൂ കഴിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച്, നമുക്ക് സാധാരണ കഴിക്കുന്ന ആളെ സംബന്ധിച്ചോളം നമുക്ക് കാണാവുന്ന പൊട്ടൻഷ്യൽ ബെനിഫിറ്റുകൾ: ഹെൽപ്സ് അബ്സോർബ് ഹാർംഫുൾ ബ്ലൂ ലൈറ്റ്സ്, ഹാർംഫുൾ ബ്ലൂ റേസിനെ നമുക്ക് തടയുന്നു. സപ്പോർട്ട്സ് ഇൻ മെയിൻറ്റെയിനിങ് വിഷൻ ഹെൽത്ത്, കണ്ണിന്റെ കാഴ്ചയുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഹെൽപ്പ് സപ്പോർട്ട് വിഷ്വൽ പെർഫോമൻസ് വൈൽ വ്യൂവിംഗ് ഡിജിറ്റൽ സ്ക്രീൻസ്. ഡിജിറ്റൽ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ആ വിഷൻ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് വ്യൂ ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. വ്യൂ ഉപയോഗിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ, കണ്ണിന്റെ കാഴ്ച മങ്ങുന്ന ആളാണെങ്കിൽ, നിങ്ങൾ വ്യൂ ഉപയോഗിച്ച് തുടങ്ങും. കുറച്ചു കാലം വ്യൂ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന, സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രയാസങ്ങൾ മാറിക്കിട്ടും. ഉറപ്പായിട്ടും എൻ്റെ അനുഭവം എന്ന് പറയാണ്. അപ്പൊ നമ്മൾ കണ്ണട വെച്ചിട്ട് തന്നെ വായിക്കുന്ന ആളാണെങ്കിൽ പോലും, പത്രം വായിക്കുന്ന അല്ലെങ്കിൽ പേപ്പർ വായിക്കുന്നതിനേക്കാളും, സ്ക്രീൻ അല്ലാതെ നമ്മൾ ബുക്ക് വായിക്കുന്നതിൽ ഉണ്ടാകുന്നതിനേക്കാളും വിഷമം നമ്മൾ സ്ക്രീൻ വായിക്കുമ്പോൾ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ സ്ക്രീൻ നോക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. റെഗുലറായിട്ട് വ്യൂ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു വിഷമം മാറി. അതാണ് ഹെൽത്ത് സപ്പോർട്ട് വിഷ്വൽ പെർഫോമൻസ് വൈൽ വ്യൂയിങ് ഡിജിറ്റൽ സ്ക്രീൻസ്. ആ ഒരു പെർഫോമൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് വ്യൂ ഉപയോഗിക്കുമ്പോൾ സാധിക്കും. ഡിക്രീസ് ഐ സ്ട്രെയിൻ ആൻഡ് ഐ ഫാറ്റിഗ്, കണ്ണിന്റെ ക്ഷീണം, കണ്ണിന്റെ സ്ട്രെയിൻ നല്ലോണം സഹായിക്കും. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഡിവൈസും അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്ന് ഒരു മോചനം നമുക്കില്ല. അത് വിട്ടൊരു ജീവിതമില്ലെങ്കിൽ നമ്മൾ വ്യൂ ഉപയോഗിക്കണം. വ്യൂ ഉപയോഗിച്ചാലോ, അല്ലെങ്കിൽ എപ്പോഴും കണ്ണിന് ക്ഷീണമായിരിക്കും, കണ്ണിന് ക്ഷീണവും ടയർഡ്നെസ്സും ആയിരിക്കും. റെഡ്യൂസ് ഹെഡേക്ക് ആൻഡ് ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റി. തലവേദന, വിട്ടൊഴിയാത്ത തലവേദന മാറാൻ നമുക്ക് സഹായിക്കും. ഉറക്കത്തിന്റെ ക്വാളിറ്റി, ഡിസ്റ്റർബൻസ് ഇല്ലാതെ നല്ല നല്ല കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടാൻ നമുക്ക് സഹായിക്കും. റെഡ്യൂസ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഐ കണ്ടീഷൻസ് ലൈക്ക് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ ആൻഡ് കാറ്ററാക്സ്. നമ്മുടെ വെള്ളെഴുത്ത് വരുന്നു, കാറ്ററാക്സ്. അതേപോലെ തന്നെ നമുക്ക് പ്രായാധിക്യം ഉണ്ടാവുന്ന മാക്കുലർ ഡീജനറേഷൻ, അതിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ കാലതാമസം വരുത്താൻ. 40 വയസ്സിൽ വരണമെങ്കിൽ 50 വയസ്സിലേക്ക് എത്താം. ഇപ്പൊ സംഭവിക്കുന്നത് 40 വയസ്സിൽ വരേണ്ടത് 30 വയസ്സിലും 25 വയസ്സിലും വരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതിനൊക്കെ തടയാൻ നമുക്ക് നമ്മുടെ ന്യൂട്രിചാർജ് വ്യൂ കൊണ്ട് സഹായിക്കും. 605 രൂപ MRP, നമുക്ക് 484 രൂപയ്ക്ക് കിട്ടും. 408 PV ഉണ്ട്. ഒരു ടാബ്ലറ്റിന് 16 രൂപ വരുന്നുള്ളൂ. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു ദിവസം ഒരു 16 രൂപ മുടക്കാൻ നമ്മൾ തയ്യാറല്ലേ? ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടി അതിനോട് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ചോദിക്കൂ, ഈ ഒരു കണ്ണ് ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയൂ. എന്ത് പ്രയാസമായിരിക്കും, എത്ര പ്രയാസമായിരിക്കും നമുക്ക് ആ ഒരു അവസ്ഥയിൽ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ന്യൂട്രിചാർജ് വ്യൂവിന്റെ ആവശ്യക്കാരാണ് എല്ലാവരും. നമ്മൾ RCM പ്രവർത്തിക്കുന്ന ഓരോ RCM പ്രവർത്തകരും ന്യൂട്രിചാർജ് വ്യൂവിന്റെ ആവശ്യക്കാരൻ. ന്യൂട്രിചാർജ് വ്യൂ ആവശ്യമില്ലാത്ത ഒരു പ്രവർത്തകരില്ല. അപ്പൊ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വ്യൂ റെഗുലർ ആക്കണം. നമ്മൾ റെഗുലറായിട്ട് ന്യൂട്രിചാർജ് വ്യൂ കഴിക്കണം. നമുക്ക് കോൺഫിഡൻസ് കിട്ടണം. നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടിയാലോ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ വ്യൂ കഴിക്കാതെ വിടില്ല. കാരണം ഇത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വ്യൂ കൊടുക്കാത്തത്. നമ്മൾ വ്യൂ കഴിച്ചാൽ മാത്രമേ നമുക്ക് വ്യൂവിന്റെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ. വ്യൂ കഴിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ മനസ്സിലാവുള്ളൂ. ആ ബെനിഫിറ്റ് മനസ്സിലായെങ്കിൽ മാത്രമേ ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലോ എത്ര തലമുറയെ നമുക്ക് രക്ഷിക്കാം. നല്ല ഭംഗിയുള്ള കാഴ്ച, എത്ര വർഷം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് ഭൂമി, അല്ലെ? ഈ ഭൂമി നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഇത്ര വർഷം നമുക്ക് ഇതെല്ലാം ആസ്വദിക്കണ്ടേ? ആസ്വദിക്കണം എന്ത് വേണം? ശരീരത്തിന് മാത്രം ആരോഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. കണ്ണിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. അപ്പം കണ്ണിന്റെ ആരോഗ്യം ഇവിടെ ഒരു കളിയില്ല. അപ്പം കണ്ണിന്റെ ആരോഗ്യത്തിന് ഇത്രത്തോളം നല്ലൊരു ഭംഗിയുള്ള സപ്ലിമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് ശരിക്കും ഉപയോഗിച്ചാൽ മാത്രം പോരാ, നമ്മുടെ അറിവിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. കാരണം ഇന്ന് ന്യൂട്രിചാർജ് വ്യൂവിന്റെ ആവശ്യം സമൂഹത്തിൽ അത്രയേറെ അധികമാണ്. ഓക്കെ,
അപ്പം എല്ലാവർക്കും നിങ്ങളുടെ കണ്ണിന്റെ ആരോഗ്യം ഉൾപ്പെടെ ഓവറോൾ ആരോഗ്യം നന്നാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജയ് ആസിയ. ക്ലിയർ. ഈ ഒരു പടം കയ്യിൽ ഫോൺ ഉള്ളവർ അതൊന്ന് എൻലാർജ് ചെയ്ത് നോക്കിക്കോളുക. മൂന്ന് ഡിഫറെന്റ് ആൾക്കാരുടെ മുഖാണ്. ഇത് S5-ന്റെ കോസ്മെറ്റിക് യൂസ്, അതായത് നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ഒരു ദൃശ്യമാണ് ശരിക്കും കാണുന്നത്. ഇത് മൂന്നും നമ്മുടെ നാട്ടുകാരല്ല, നോർത്ത് ഇന്ത്യൻസ് ആണ്. ഇതിലെ 2 പേർക്കും ഞാനാണ് സജസ്റ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് അവർ അയച്ചു തന്ന ഫോട്ടോയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ അറിയില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പേര് കനകമ്മ എന്നാണ്. ഞാൻ 30 വർഷം നഴ്സിംഗ് സർവീസിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് RCM-ലൂടെ ജീവിക്കുന്നു. RCM കാരണം ജീവിച്ചിരിക്കുന്നു. അത് വരുമാനവും സന്തോഷവും ആരോഗ്യവും ഒപ്പം തന്നെ എന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന എൻ്റെ 3ാമത്തെ സന്തതിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂട്രിചാർജ് S5 18 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ഉള്ളിൽ കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ചില എക്സെപ്ഷണൽ ചില കണ്ടീഷൻസിൽ നമുക്ക് അല്ലാത്തവർക്കും ഉപയോഗിക്കാം, ചെറിയ കുട്ടികൾക്കും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഈ പരസ്യത്തിൽ പറയുന്ന പോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ S5 മാത്രമേ രക്ഷയ്ക്കായിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നിമിഷത്തിൽ ഒരു അഭിപ്രായം തേടിയതിന് ശേഷം അത് കൊടുക്കേണ്ട വിധം പറഞ്ഞു തരുന്നതനുസരിച്ച് നിങ്ങളത് കഴിക്കണം. എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ല, എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് പറ്റത്തുമില്ല. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തത് മുഖത്തെ കരുവാളിപ്പിന് നമ്മുടെ ഡെർമറ്റോളജി ഡോക്ടർ കൊടുത്ത ഒരു പേസ്റ്റ് മുഖത്ത് പുരട്ടി, ക്രീം മുഖത്ത് പുരട്ടി മുഖം കരുവാളിച്ചതാണ് ആദ്യത്തെ. ഊർമിളബൻ എന്നങ്ങണ്ട അതിന്റെ പേര്. അവരുടെ മുഖത്ത് ആ കരുവാളിപ്പ് കണ്ടത്. ഇത് ന്യൂട്രിചാർജിന്റെ വീരാംഗന ക്ലബില് ഇത് ഷെയർ ചെയ്തപ്പോ ഇത് എന്ത് ചെയ്യണം എന്ന് കോസ്മെറ്റിക് യൂസ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നമ്മളുടേതായിട്ട് നമ്മുടെ രാജൻ സാറിന്റെ ക്ലാസ്സിൽ നിന്നും അതുപോലെ മറ്റ് ക്ലാസ്സുകളിൽ നിന്നും കിട്ടിയ അറിവ് വെച്ചിട്ട് ന്യൂട്രിചാർജ് S5-ന്റെ കൂട്ടത്തിൽ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ 1 സ്പൂണ്, ഒരു S5-ന്റെ ക്യാപ്സൂള്, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് മഞ്ഞൾ, 1 നുള്ളു മഞ്ഞളും കൂടെ ചാലിച്ച് അത് പേസ്റ്റ് ആയിട്ട് മുഖത്ത് പുരട്ടി തുടർച്ചയായിട്ട് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് ആ സ്ത്രീയുടെ മുഖം തെളിഞ്ഞു, കരിമങ്ങം മാറി. ഇവിടുന്ന് ഈ ഇപ്പൊ കാണുന്ന പടത്തിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോ പിന്നീട് വന്നിട്ടുണ്ട്. 2ാമത്തെ കാര്യവും അങ്ങനെ തന്നെയാണ്. കരിമങ്ങ് മാറ്റാൻ പുരട്ടിയ പേസ്റ്റ് ആണ് അല്ലെങ്കിൽ ക്രീമാണ് അവരുടെ മുഖം അത്തരത്തിൽ കരിവാളിപ്പുണ്ടാക്കിയത്. 3ാമത്തേത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പം ഡൽഹി മാഡത്തിന്റെ മക്കളെ ഞാൻ കാണുമ്പോൾ വളരെ മോശമായ വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും, വിഷമം തോന്നുന്ന തരത്തിൽ അവരുടെ 2 കവിളത്തും ഡീപ്പായിട്ടുള്ള ആണിയോട് കൂടിയ മുഖാസിൽ എന്താ മുഖക്കുരു, അതേപോലത്തെ ആയിരുന്നു ഈ കുട്ടിയുടെ മുഖം. ഇത് പൂനെയിലുള്ള കുട്ടിയാണ്. അപ്പൊ ആ മുഖം കണ്ടിന്യൂസ് ഒരു 3 മാസം തുടർച്ചയായിട്ട് ഉള്ളിൽ കഴിക്കുകയും വയറ് വൃത്തിയാക്കുകയും ചെയ്തു. മുഖത്ത് കാണുന്നത് ശരിക്കും ശരീരത്തിന്റെ ഉള്ള് ശരിയല്ല എന്ന് കാണുന്ന ബഹിർസ്ഫുരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഉള്ള് വൃത്തിയാക്കിക്കൊണ്ട് പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസിന്റെ സപ്ലിമെന്റ്സ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഖത്ത് ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ലേപനം ഉണ്ടാക്കി പുരട്ടി ആ കുട്ടിയുടെ മുഖം വളരെ ക്ലിയർ ആയിട്ട് അത് മാറി. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യണം എന്ന് താല്പര്യപ്പെട്ടത്. നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കും ഫേഷ്യൽ പാക്ക് ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം. ഒരു നീറ്റലോ ഒന്നും ഉണ്ടാവത്തില്ല. മുഖത്ത് സ്ക്രാച്ചോ പാടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞളും കൂടെ ചേർത്ത് മുഖത്ത് പുരട്ടുക. അതർവൈസ് നമുക്ക് മഞ്ഞളിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ന്യൂട്രിചാർജ് S5-ന്റെ കണ്ടന്റ് പൊട്ടിച്ചിട്ട് ഓയിലിനകത്ത് ചാലിച്ച് ഫേസ് പാക്ക് ഇടാവുന്നതാണ്. ഇത് തന്നെ നമുക്ക് മുറിവുകൾക്കും വ്രണങ്ങൾക്കും ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അടുത്തത് എനിക്ക് പറയാനുള്ളത് ഡൽഹി മാഡത്തിന്റെ ഇന്നത്തെ പ്രസന്റേഷൻ ആകെ മൊത്തം ന്യൂട്രിചാർജ് വീരാംഗന ക്ലബില് മാഡത്തിന് കിട്ടിയ ട്രെയിനിങ്ങിന്റെ ഒരു റിസൾട്ടാണ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ലാബ് ടെക്നീഷ്യൻ കം വീട്ടമ്മയ്ക്ക് ഇത്ര നന്നായിട്ട് ഈ പ്രൊഡക്റ്റിനെ അവതരിപ്പിക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് മാഡത്തിനെ ടീം ബിൽഡിങ്ങിന് സഹായിച്ചിട്ടുള്ളതും. മാഡത്തിന്റെ ഈ അറിവുകളാണ്, അറിവ് നേടാനുള്ള ആഗ്രഹമാണ്. ക്ലാസ്സുകൾ ഒന്നും വിടാതെ അറ്റൻഡ് ചെയ്തതിന്റെ റിസൾട്ടാണ്. ANCC കോഴ്സിലൂടെ കിട്ടിയ അറിവുകളും കൂടിയാണ്.
ന്യൂട്രിചാർജ് വീരാങ്കന ക്ലബ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യക്തിയെ ടോട്ടലി മാറ്റിയെടുക്കാൻ RCM പാകമാക്കി കൊണ്ടുവരാൻ, നമ്മൾ വ്യത്യസ്ത മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാരെ RCM പാകമാക്കി കൊണ്ടുവന്ന് നമുക്ക് RCM ഒരു കൾച്ചറാക്കി ജീവിതത്തിൽ മാറ്റിക്കൊണ്ടുവരാൻ ഏത് വിധം ഉതകുമെന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട്. ഡൽഹി മാഡത്തിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പറയാൻ അറച്ചു നിന്ന സമയങ്ങളുണ്ട്, വാക്കുകൾ പുറത്തോട്ട് വരാതിരുന്ന സമയങ്ങളുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഈ കടന്നുപോയ വർഷങ്ങൾ ശരിക്കും സമ്പാദിച്ച ഒരു നേട്ടം തന്നെയാണ്. അത് സാമ്പത്തിക നേട്ടമൊന്നുമല്ല, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് യഥാർത്ഥത്തിലുള്ള നേട്ടം. അത് വീട്ടിലും അവരെ കാണുന്ന, അവരുടെ വീട്ടിൽ കൊറോണ കയറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ കൊറോണ സമയത്ത് വരയ്ക്കാതിരുന്നിട്ടില്ല, കംപ്ലീറ്റ് ഫീൽഡിലായിരുന്നു. കൊറോണ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഒരു വീട്ടിൽ 2 പ്രാവശ്യം വെച്ചിട്ട് മീൻകാരുടെ രൂപത്തിൽ കൊറോണ വന്നിട്ടുണ്ട്. മീൻകാരും പച്ചക്കറിക്കാരും ഓൺലൈനിൽ കൊടുത്ത സാധനങ്ങളിൽ കൊറോണ വന്ന് എല്ലാ വീടുകളിലും കയറിയിട്ടുണ്ട്. എന്നെ ആരും അകത്തോട്ട് കയറ്റില്ലായിരുന്നു, ഞാൻ പുറത്ത് നടക്കുന്നത് കൊണ്ട്. പക്ഷെ എനിക്ക് കൊറോണ വന്നില്ല. ഈ അകത്തിരുന്നവർക്ക് 2 പ്രാവശ്യം വെച്ചിട്ട് കൊറോണ വന്നിട്ടുണ്ട്. ന്യൂട്രിചാർജ് S5 കൊണ്ട് RT-PCR 7ാം ദിവസം പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി സ്റ്റഡി നടന്നതും. പാകിസ്ഥാനിൽ 2021 ജൂലൈ 21 പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിൽ അവർ പറഞ്ഞു 13ാം ദിവസം RT-PCR നെഗറ്റീവ് ആകുമെന്ന്. പക്ഷെ 13ാം ദിവസമല്ല, എനിക്ക് 7ാം ദിവസം നെഗറ്റീവ് ആവുകയും RT-PCR പോസിറ്റീവ് ആയ വ്യക്തി 10ാം ദിവസത്തിനുള്ളിൽ കടൽ കടന്ന് അക്കരെ പോവുകയും ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്കിത് സംസാരിക്കാൻ പറ്റണമെങ്കിൽ അറിവ് പ്ലസ് അതിന്റെ പ്രാക്ടിക്കൽ വശം കൂടെ ചെയ്തു കഴിഞ്ഞ് നല്ല ഇന്ററാക്ഷൻ പബ്ലിക്കുമായിട്ടുണ്ടെങ്കിൽ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞ് നമ്മൾ നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ആകും. പിന്നെ വിനോദ് സാറിനെ ഞാൻ ആദ്യകാലങ്ങളിൽ കേട്ടിട്ടുണ്ട്, പിന്നെ കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷം പിന്നെ ഇന്നാണ് കേൾക്കുന്നത്. ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാറ്റം അല്ല ഇന്ന് കാണാൻ പറ്റുന്നത്. ഒത്തിരി സന്തോഷം. ന്യൂട്രിചാർജ് വ്യൂവിനെ പറ്റി 2 കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. എന്റെ തൊട്ടടുത്ത വീട്ടില് വെക്കേഷന് ആഘോഷത്തിന് വന്ന ഒരു അപ്പുറം താമസിക്കുന്ന പെൺകുട്ടിയുടെ ചേച്ചിയുടെ മക്കളെ വെക്കേഷന് താമസിക്കാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ആ സമയത്ത് ഞാൻ ആ കുട്ടിയെ കാണുന്നു, 4 വയസ്സാണ്. കഴുത്തിൽ കെട്ടിയിട്ട സ്പെക്സ്, ഉറങ്ങുമ്പോൾ കഴുത്തിൽ തൂങ്ങിക്കിടക്കും, ഉറക്കം ഉണരുമ്പോ അതെടുത്ത് വെച്ച് കഴിഞ്ഞാലേ അവൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡിഫോമിറ്റി ഉണ്ട്. അത് ഗർഭത്തിലിരുന്ന കുഞ്ഞിന് കിട്ടാതിരുന്ന കാര്യങ്ങൾ കൊണ്ട് ആ കുഞ്ഞ് അങ്ങനെ ആയി പോയതാണ്. അപ്പൊ അവരോട് സംസാരിച്ചു. 4 വർഷം കൊണ്ട് അവരിനി പോകാത്ത ഹോസ്പിറ്റലുകളില്ല. മോർ ദാൻ 5 lakhs അതിനു വേണ്ടിയിട്ട് ചെലവാക്കി കഴിഞ്ഞു. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് ഇവിടെ ഉള്ളിടത്തോളം ദിവസം ഞാൻ അവൾക്ക് ന്യൂട്രിചാർജ് വ്യൂ കൊടുക്കാം, 6 മാസക്കാലം കൊണ്ട് നല്ല വ്യത്യാസം വരും എന്ന് പറഞ്ഞു. അവർ സ്റ്റാർട്ട് ചെയ്തു. 4 വയസ്സുള്ള കുട്ടിക്ക് 2 ദിവസം കൂടുമ്പോൾ 1 ഗുളിക എന്ന കണക്കില് കൊടുത്തു. വെരി നെക്സ്റ്റ് മന്ത് അവര് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് അവര് കണ്ണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവിടെയാണ് അഭയം തേടിയത്. അവിടുത്തെ ഡോക്ടർ ഇത് ഫണ്ടസ് നോക്കാന്ന് പറയും, കണ്ണിന്റെ ഉൾഭാഗം കാണാനുള്ള ചെക്കപ്പ് കഴിഞ്ഞപ്പോ അവര് ചോദിച്ചു, നിങ്ങൾ വേറെന്തെങ്കിലും കൂടെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് കൊടുത്ത ഡ്രോപ്പ് ഇവരെന്നെ കാണിച്ചിരുന്നു. ആക്ച്വലി അതിനകത്തൊന്നും ഇല്ല. ഈ കൊച്ചിന്റെ കണ്ടീഷനെ ബെറ്റർ ആക്കാൻ പറ്റുന്ന യാതൊരു സാധനവും ഇല്ലാത്ത ഒരു ഐ ഡ്രോപ്പ് എന്ന് മാത്രം പേരുണ്ട്. അതിന്റെ കണ്ടന്റ് ഒരു ഉദ്ദേശ ശുദ്ധിയും അവിടെ വരുത്തില്ല എന്നുള്ള. പക്ഷെ ഇവര് പോകുമ്പം മാറി ഓരോരോ ഡ്രോപ്സ് കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ഇതാണ്, ഇപ്രാവശ്യം ഇതാണ്. ഇത് തങ്ങളിൽ പരസ്പര ബന്ധം പോലും ഇല്ല. പക്ഷെ ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു കുട്ടിക്ക് 1 മാസം ന്യൂട്രിചാർജ് വ്യൂ എത്ര ഗുളിക, 10 ഗുളിക അവള് കഴിച്ചിട്ടുള്ളൂ. അടുത്ത പോക്കിന് ആ ഡോക്ടറിന് ആ ചേഞ്ച് റെറ്റിനയിൽ കാണാൻ പറ്റി. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തുടരുക എന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഡോക്ടറെ കാണാൻ പോകുമ്പോ ഈ സാധനം കയ്യിൽ കൊണ്ടുപോകാന്ന്. അവര് കൊണ്ടുപോയി. ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇത് ലൂട്ട്മാക്സിന്റേതാണ് എന്ന് പറഞ്ഞു. ലൂട്ട്മാക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് അറിയില്ല, പക്ഷെ ഡോക്ടറിന് മനസ്സിലായി. അമേരിക്കൻ കമ്പനിയാണ്, ന്യൂട്രിചാർജ് കമ്പനി. അത് എടുത്തിട്ട് അതിനെ ഫോർട്ടിഫൈ ചെയ്ത് മാക്സിമം മെസോസിയാസാന്തിൻ, ബീറ്റാ കരോട്ടിൻ ഇതൊക്കെ ആഡ് ചെയ്ത് ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ശേഖരിച്ച് ലിവറിൽ വെക്കാൻ പറ്റുന്ന തരത്തിൽ പ്രോ വൈറ്റമിൻ ആയിട്ടാണ് ബീറ്റാ കരോട്ടിൻ ഉള്ളത്. വൈറ്റമിൻ ഇ ആയിട്ടും വൈറ്റമിൻ എ ആയിട്ടും ട്രാൻസ്ഫർ ചെയ്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ തക്കവണ്ണം ഇതിനെ കൂടെ ആഡ് ചെയ്ത് നമ്മുടെ നല്ലൊരു കോമ്പിനേഷൻ. അതിന് മുകളിലേക്ക് ഇനി മറ്റൊരാൾ ഒന്നും ആഡ് ചെയ്യരുത്. കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനെ പുറന്തള്ളരുത്. ആ ഒരു ഉദ്ദേശത്തിൽ ചെയ്തതാണ്. മനോജ് കോത്താരി സാറിന് കോടി പ്രണാമം. ഇതെങ്ങനെ ഒരു മനുഷ്യന്റെ തലയിൽ ഇത്രയും കോമ്പിനേഷൻ വന്നെന്ന് ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. ഈ ഒരു സാധനം എന്നെ കണ്ണാടി വെക്കുന്നതിൽ നിന്ന്
പിൻവലിച്ചു. എന്റെ ഡോക്ടർ എടുക്ക ചെക്കപ്പ് ചെയ്ത് ഡോക്ടർ എഴുതി പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കും. കണ്ണിന് ബുദ്ധിമുട്ട് വരുമ്പോ സിസ്റ്റർ പോയി കണ്ണാടി വെക്ക എന്ന് പറയും. കണ്ണാടി വെക്കാതെ വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ചെല്ലും. ഇപ്പൊ അവസാനം ചെന്നപ്പോഴത്തേന് സിസ്റ്റർ കഴിക്കുന്ന സാധനം എന്താണ്, എനിക്കും കൂടെ തന്നോളൂ എന്ന് പറയും. ന്യൂട്രിചാർജ് വ്യൂ സാറിനും സാറിന്റെ മോനും കൊടുത്തു. സിസ്റ്റർ കഴിക്കുന്നത് തന്നെ കഴിച്ചാൽ മതി, വേറെ കണ്ണാടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് കാരണങ്ങൾ നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് നമ്മുടെ കാറ്ററാക്റ്റിനെ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. ഉണ്ടായതിനെ മെച്ചുവർ ആവാൻ വിടാതെ അതിനെ തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. ഡ്രൈ ഐ എന്ന് പറയുന്ന ഒരു മാരകമായ സാധനം ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളതാണ്. ഡ്രൈ ഐ ക്ലിനിക്ക് വരെയുണ്ട്. ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഒഴിച്ചുകൊണ്ടിരുന്ന 15 വർഷമായിട്ട് ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഒഴിച്ചുകൊണ്ടിരുന്ന ഒരമ്മ, 72 വയസ്സുള്ള അമ്മ 15 ദിവസം ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചിട്ട് ആ ഡോക്ടർ എടുക്ക തിരിച്ചു പോയിട്ട് പറഞ്ഞു, 15 വർഷം താങ്കൾ ഉദ്ദേശിച്ച കാര്യം സാധിച്ചില്ല, 15 ദിവസം കൊണ്ട് ഈ ഗുളിക കൊണ്ട് എനിക്ക് സാധിച്ചു കിട്ടി എന്ന് പറഞ്ഞു. ആ അമ്മ സ്ഥിരമായിട്ട് 3 മാസം കഴിച്ച് ഇപ്പൊ അവര് ഒന്നും കഴിക്കുന്നില്ല, ഡ്രൈ ആയി അവർക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുമ്പോൾ അത് വളരെ പ്രചോദനമാണ്. മറ്റൊരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട് നിർത്താം. നമ്മുടെ സിയാസാന്തിൻ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി പ്രകാരം ശരീരത്തിൽ ക്യാൻസർ വളരാൻ തടയിടുക, ക്യാൻസറിന്റെ പ്രിവെന്റീവ് ആയിട്ട്, ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നതിൽ നിന്ന് പ്രിവെന്റീവ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആണ് സിയാസാന്തിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ സൗന്ദര്യം വർദ്ധിക്കും, ഹാർട്ടിന് ഹെൽപ്ഫുൾ ആണ്, ക്യാൻസറിനെ തടയാൻ പറ്റും. കാഴ്ചയ്ക്കുള്ള സാധനമാണ്, പക്ഷെ കാഴ്ച മാത്രമല്ല തരുന്നത്. കാഴ്ചകളെ നല്ലതാക്കാൻ, കളർഫുൾ ആയിട്ട് ജീവിതം ആഘോഷിക്കാൻ ന്യൂട്രിചാർജ് വ്യൂ നമ്മുടെ ശീലമാക്കി മാറ്റുക. എല്ലാ തരത്തിലും സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇന്നത്തെ 2 പ്രസന്റേഷനും സൂപ്പർ ആയിരുന്നു. രണ്ടുപേരും ഉണ്ട്, പക്ഷെ പൂർണ്ണതയുണ്ട്. നന്നായിട്ട് അത് ചെയ്യാൻ പറ്റി. കേട്ടിരുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. ഒത്തിരി താങ്ക്സ്. താങ്ക് യു ഷൈൻ ബാബു സാർ, താങ്ക് യു സോ മച്ച്.